എന്തായിരിക്കും എന്നുള്ള ഒരു പേടിയുണ്ട്. കാരണം അവിടെ പോയാൽ ഫുൾ NITക്കാരോ IITക്കാരാണ്. ഇന്റർവ്യൂ പോയപ്പോൾ കുറെ പേര് പരിചയപ്പെട്ടെ. ISC ബാംഗ്ലൂരിലെ സെക്യൂരിറ്റിക്കും പട്ടിക്കും പൂച്ചയ്ക്കും വരെ M-Sigma പോകില്ല അധികം. അവിടെ ശരിക്കും വെച്ച് കഴിഞ്ഞാൽ എയിലാണെങ്കിൽ 6 സീറ്റ്, മറ്റിടത്ത് 5 സീറ്റ്. ഈ 9 സീറ്റ് ഉള്ളതിൽ 3 പേര് M-Sigmയിലുള്ളതാണ്. ബേസിലുള്ള എല്ലാവരുടെയും എനിക്കും എന്റെ ഫ്രണ്ട്സും എടുത്തവരെല്ലാം പ്രശ്നം ഇതായിരുന്നു. അവരിങ്ങനെ ക്ലാസ് കണ്ടോണ്ടേയിരിക്കും. ക്ലാസ് തീരുന്ന ഒരു സമയമില്ല, എപ്പോഴും ക്ലാസ്. AC പഠിക്കുന്ന ആരോട് ചോദിച്ചാൽ ഒരു ക്ലാസ് ഉണ്ടോ? ഇവിടുത്തെ M-Sigmയിൽ പഠിക്കാൻ തരുന്ന ഓർഡർ ഉണ്ടല്ലോ, അതൊരു പ്ലാൻ സ്റ്റഡി പ്ലാൻ, അതിലുള്ള ഒരു ഓർഡർ, അത് വളരെ ഇമ്പോർട്ടന്റ് ആക്ച്വലി. സബ്ജക്റ്റുകൾ ലാഗായി ഞാൻ തീർക്കേണ്ട സമയത്തൊന്നുമല്ല സിഗ്നൽ ചോയ്സ്. അപ്പം വീണ്ടും ഫുള്ളി ആദ്യം തൊട്ട് വീണ്ടും പുതിയൊരു ഷെഡ്യൂൾ എനിക്ക് സാറ് തന്നിട്ട് അത് ഫോളോ ചെയ്യുമായിരുന്നു. 24ാമത്തെ വയസ്സിലാണ് 1.5 കോടി രൂപ ശമ്പളം വരുന്നത്. അപ്പം വിളിച്ചിട്ട് സാറ് മണി മാനേജ്മെന്റ് ഒന്ന് പഠിപ്പിക്കണമെന്ന് പറഞ്ഞിട്ട്. അപ്പൊ ഗേറ്റ് 2027 വീണ്ടും ഓൾ ഇന്ത്യയിലേക്കുള്ള ഏറ്റവും ബെസ്റ്റ് റാങ്കിനായിട്ടുള്ള തുടക്കമായിരുന്നു. അപ്പൊ പിള്ളേരെല്ലാം വിളിച്ചൊരു മോട്ടിവേഷൻ നടത്തി. ഞങ്ങൾ എത്ര മോട്ടിവേഷൻ കൊടുക്കുന്നതിലും ഭയങ്കരമാണ് നിങ്ങൾ കൊടുക്കുന്നത്. കാരണം നിങ്ങളെ എന്താണ് പറഞ്ഞൊരു സുഹൃത്തായിട്ട് കണ്ടിട്ട് അവരെന്ത് ചെയ്യും, കാര്യങ്ങൾ എങ്ങനെയാണ്, കാരണം അവർക്ക് ഒരുപാട് റിലേറ്റ് ചെയ്യാൻ പറ്റും. നമ്മളിപ്പോ കുറെ 10-16 വർഷമായിട്ട് ഇതിനകത്ത് തന്നെയുള്ള സാറന്മാരാ. നമ്മൾ പറയുമ്പോൾ ചിലപ്പോൾ അവരത്ര റിലേറ്റ് ചെയ്യല. പക്ഷെ ഞാൻ ശ്രദ്ധിച്ചിരുന്നു, ഞാൻ രാവിലെ ഒരു 1/2 മണിക്കൂർ വലിയ മോട്ടിവേഷൻ കൊടുത്തിരുന്നു. അതൊന്നും അവരിങ്ങനെ കണ്ണും വിളിച്ച് കേൾക്കുന്നേ ഉള്ളൂ. അതേസമയം മറ്റേ സിദ്ധാർത്ഥ് പറഞ്ഞപ്പോഴത്തേനും അവർ ഭയങ്കര ക്യൂരിയസ് ആയിട്ട് നിന്നിട്ട് കേൾക്കുന്നുണ്ടായിരുന്നു എങ്ങനെ പഠിക്കണമെന്നൊക്കെ. സത്യത്തിൽ ഈ ഗേറ്റ് പ്രോസസ്സിൽ ഇപ്പൊ നമ്മൾ 1ാമത്തെ ദിവസം തുടങ്ങുവാണ്. അങ്ങോട്ട് 8 മാസം നമ്മൾ ഫുൾ ടൈം എനിക്ക് 1ാം റാങ്ക് കിട്ടും എന്നല്ലേ. ഇടയ്ക്ക് ഭയങ്കരമായിട്ട് നമ്മൾ ഡൗൺ ആയി പോവാം. ചില സബ്ജക്റ്റ് പഠിക്കുമ്പോഴത്തേന് നമ്മൾ തുടക്കത്തിലൊരു ആവേശം കാണും. അത് കൺസിസ്റ്റന്റ് ആയിട്ട് നിർത്തലാണ് ഇതിൽ ഏറ്റവും വലിയ കാര്യം. അതിലൊരു കുട്ടിയുടെ മോട്ടിവേഷൻ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഭയങ്കര. ഇന്നലെ ഗൗതം വന്നിട്ടുണ്ടായിരുന്നു. ഗൗതം അറിയോ? നിങ്ങളുടെ കോളേജിൽ പഠിച്ചോണ്ടിരുന്ന NPCയിൽ കിട്ടി. അപ്പം ഗൗതത്തിന്റെ വർത്തമാനത്തിൽ ഒറ്റ കാര്യമുള്ളൂ. 3rd ഇയർ മുതൽ ഗൗതത്തിന് ഒറ്റ ലക്ഷ്യമുള്ളൂ, ഗേറ്റ് PSU. അതിൽ നിന്ന് എന്ത് ആൻസർ ചോദിച്ചാലും, എന്ത് ചോദ്യം ചോദിച്ചാലും ഒറ്റ ആൻസറേ ഉള്ളൂ, എനിക്ക് PSU കിട്ടണമെന്നുള്ളത്. അതാണ് ശരിക്കും റാങ്ക് ഉണ്ടായത്. നമ്മൾ അതിനകത്തൊരു ഭാഗമായി മാറുന്നേ ഉള്ളൂ. രോഹിത് പറഞ്ഞു ശരിക്ക് ഇവിടെ പഠിത്തം സ്റ്റാർട്ട് ചെയ്ത്. ഓക്കെ, സ്റ്റാർട്ട് ചെയ്ത് കഴിഞ്ഞപ്പോഴത്തേനും എങ്ങനെയാണ് രോഹിത്തിന് ഫുൾ ടൈം ഒരേ രീതിയിൽ അങ്ങായിരുന്നോ, അത് എങ്ങനെയായിരുന്നു അത് മുന്നോട്ട് കൊണ്ടുപോയത്? ഫുൾ ടൈം ഒരേ രീതിയിലല്ല. ഞാൻ ഇനിഷ്യലി ഭയങ്കര മോട്ടിവേറ്റഡ് ആയിരുന്നു, നല്ല റാങ്ക് കിട്ടണം. ഇതുപോലെ ഇപ്പം ഞങ്ങളൊന്ന് സംസാരിച്ച പോലെ ഞങ്ങളുടെ സീനിയേഴ്സ് ഒന്ന് സംസാരിക്കുന്നു, അവരുടെ ആ ഒരു സ്പീച്ചിൽ നമ്മൾ മോട്ടിവേറ്റ്, നമുക്കും ആ ഒരു റാങ്ക് കിട്ടണമെന്ന് ആഗ്രഹത്തോടാണ് പഠിച്ചോണ്ടിരുന്നത്. പക്ഷെ ഒരു മാസം കഴിഞ്ഞ് ഇപ്പം ഒരു 2 സബ്ജക്ട് കഴിഞ്ഞു, പിന്നെ അടുത്ത സബ്ജക്റ്റിലേക്ക് സ്റ്റാർട്ട് ചെയ്തപ്പോൾ അവിടെ ലാഗ് വന്നിട്ടുണ്ട്. അത് ഓരോ ദിവസം കഴിയുമ്പോഴും നമ്മൾ ചെയ്യേണ്ട ഷെഡ്യൂള് പിന്നെയും ലാഗ് ആയിക്കൊണ്ടിരിക്കുകയാണ്. കാണേണ്ട ലെക്ചേഴ്സ് ലാഗ് ആവുകയാണ്. എനിക്ക് അത് പ്രശ്നമായിരുന്നു. പിന്നെ അത് പയ്യെ എടുത്ത് വന്ന സാറിന്റെ സംസാരത്തിൽ നിന്നൊക്കെ നമുക്ക് കിട്ടിയത്. അങ്ങനെ ലാഗ് വന്നപ്പോ ഞാൻ സാറിനോട് കാര്യം പറഞ്ഞ എനിക്കിങ്ങനെ ഇതുണ്ട്. അപ്പം സാർ എന്നെ കുറെ മോട്ടിവേറ്റ് ചെയ്തു. ഇങ്ങനെ പിന്നെ എന്റെ ഷെഡ്യൂളൊക്കെ എനിക്ക് മാറ്റി തന്നു, എനിക്ക് പറ്റുന്ന രീതിയിൽ തന്നു. അങ്ങനെ അത് ഞാൻ ഫോളോ ചെയ്തു. അതും തുടക്കത്തിൽ കുറച്ച് പ്രശ്നമുണ്ടായിരുന്നു, പക്ഷെ അത് പയ്യെ അത് ശരിയായി വന്നു. അങ്ങനെയാണ് ഞാൻ ആ ഒരു ബ്രേക്ക് ഒക്കെ എന്നെ ശരിയാക്കി എടുത്തത്. ഈ ടെൻഷൻ എന്ന് പറയുന്നൊരു സാധനം ഉണ്ടായിരുന്നു. പിന്നെ അതിനെ എങ്ങനെയാണ് മാനേജ് ചെയ്തത്? ടെൻഷൻ ഉണ്ടായിരുന്നു നന്നായിട്ട്. ഇപ്പം എന്താ, ബേസിക്കലി പിയർ പ്രഷറും ഉണ്ട്. അപ്പം ഞാൻ ടെൻഷൻ വരുമ്പോ ഒന്നെങ്കിൽ എന്തെങ്കിലും ഫൺ ആക്ടിവിറ്റീസ് ചെയ്യും, അതൊരു നല്ല സിനിമ കാണും. ഇപ്പം ഇപ്പം ആഴ്ചയിൽ 6 ദിവസം നമ്മൾ പഠിച്ചെങ്കിൽ ഞായറാഴ്ച ഞങ്ങള് മിക്കവാറും രാവിലത്തെ സമയം ഞാൻ എന്തെങ്കിലുമൊക്കെ ബ്രേക്ക് എടുക്കുമായിരിക്കും. എന്നിട്ട് എന്തെങ്കിലും സിനിമ കാണുകയോ എന്തെങ്കിലുമൊക്കെ ആയിരിക്കും. എന്നിട്ട് അന്ന് വൈകുന്നേരം പഠിക്കുന്നു. അപ്പം ഈ 6 ദിവസം പഠിച്ചതിന്റെ ഒരു സ്ട്രെസ് ലീഫ് എന്ന് പറയാം. അപ്പം അങ്ങനെ സിനിമ കാണുക, അല്ലെങ്കിൽ എന്തെങ്കിലും ഇപ്പം ക്രിക്കറ്റ് മാച്ച് ഒക്കെ ഉള്ളപ്പോ അത് കാണും. അങ്ങനെ ക്രിക്കറ്റ് അല്ല, നമ്മുടെ ആദ്യത്തെ വൈഷ്ണവ് ഉണ്ടല്ലോ, 4ാം റാങ്ക് കിട്ടിയ. ശരിക്കും വൈഷ്ണവും ഭയങ്കര ക്രിക്കറ്റ് ഇതായിരുന്നു. വൈഷ്ണവിന് എന്ത് പറഞ്ഞാലും മറ്റേ ക്രിക്കറ്റിന്റെ ഇത് വെച്ചിട്ടായിരുന്നു കമ്പയർ ചെയ്യുന്നത്. സിദ്ധാർത്ഥ
ശരിക്കും സിദ്ധാർത്ഥന് 49 റാങ്ക്. സത്യം പറഞ്ഞു കഴിഞ്ഞാൽ 49 എന്നൊക്കെ പറഞ്ഞ ഒരു 1ാം റാങ്ക് പോലെ തന്നെയാണ്. അപ്പോൾ ഒരു 1ാം റാങ്ക് കിട്ടിയ ആള് പറയുന്നോട്ട് തന്നെ പറയാം. എപ്പോഴാണ് ഗേറ്റ് പഠിക്കണമെന്ന് തീരുമാനിച്ചത്? ഗേറ്റ് പഠിക്കണം ഞാൻ തേർഡ് ഇയർ ആകുമ്പോൾ തീരുമാനിച്ചായിരുന്നു. പക്ഷേ എഞ്ചിനീയറിംഗ് ഫസ്റ്റ് ഇയർ ഞാൻ പറയട്ടെ, ചിലപ്പോൾ ഫസ്റ്റ് ഇയറിൽ ഇപ്പൊ എഞ്ചിനീയറിംഗ് പഠിക്കാൻ വന്ന പിള്ളേർക്ക് ഒരു പ്രചോദനമായിക്കോട്ടെ. ഫസ്റ്റ് ഇയർ ജോയിൻ ചെയ്തപ്പോൾ തന്നെ എന്തായിരുന്നു ആഗ്രഹം? അന്നേരം ഉണ്ടായിരുന്നു ഇതുപോലെ ഓൾ ഇന്ത്യയിൽ വലിയ റാങ്ക് മേടിക്കണമെന്ന്? ഇല്ല, അന്നൊന്നും ഹയർ സ്റ്റഡീസ് ഒന്നും ഒരു സാധ്യതകൾ എത്രയാണെന്നൊന്നും അറിയുന്നില്ലായിരുന്നു. ഓ ശരി ശരി. അന്ന് പ്ലസ് ടു കഴിഞ്ഞ അടുത്ത് കീം എഴുതി എടുത്തു, എഞ്ചിനീയറിംഗിന് വന്നു. അപ്പം പഠിക്കണം എന്ന് ആഗ്രഹം ഉണ്ടായിരുന്നു. സബ്ജക്റ്റിനോട് ഇലക്ട്രിക്കൽ എഞ്ചിനീയറിംഗ് ഞാൻ കുറച്ച് ഇഷ്ടപ്പെട്ടെടുത്തായിരുന്നു. അപ്പൊ അത് പഠിക്കണം താല്പര്യം ഉണ്ടായിരുന്നു. പക്ഷെ അതിന്റെ ഭാവി എംടെക് അങ്ങനെ ഉണ്ടെന്നും പക്ഷെ അതിന്റെ സാധ്യതകൾ എന്താണെന്ന് അറിഞ്ഞൂടായിരുന്നു. പിന്നെ അത് പയ്യപ്പോ നമ്മളിപ്പം കാണും നമ്മുടെ പ്രോസസ് ഒക്കെ എംടെക് കാരാ. അപ്പം അവർക്ക് കുറച്ചും കൂടെ അറിവ് കൂടുതലുണ്ട്. അപ്പം എനിക്ക് എംടെക് അതിനെ കുറിച്ച് അന്വേഷിച്ചതൊക്കെ അങ്ങനെയാ. അപ്പൊ അത് റിസർച്ചിലോട്ട് പോകുന്നതും തേർഡ് ഇയറിലാണ് ഗേറ്റ് എന്നത് തീരുമാനം. അപ്പം മീൻസ് ഇതിന്റെ ഗേറ്റ് വഴിയാണത് നടക്കുന്നതെന്നൊക്കെ ഐഡിയ കിട്ടിയത് അവിടുന്നായിരുന്നു. അപ്പോഴും ഇതുണ്ടായിരുന്നു, കാരണം ക്ലാസ്സിൽ എല്ലാരും പ്ലേസ്മെന്റ് പിറകെ ഓടുക, അപ്പൊ നമ്മള് മാത്രം ഇങ്ങനെ. അപ്പൊ ഞാൻ പിന്നെ ഫോർത്ത് ഇയർ ആയപ്പോ തീരുമാനം എടുത്തു പ്ലേസ്മെന്റ് ഇരിക്കുന്നില്ല. പക്ഷെ അന്ന് പക്ഷെ അക്കാഡമിക്സിന്റെ കുറച്ച് കാര്യങ്ങളൊക്കെ ആയിട്ട് ഫോർത്ത് ഇയറിൽ എനിക്ക് ചെയ്യാൻ പറ്റിയില്ല ഓപ്പറേഷൻ. പിന്നെ എനിക്ക് ഏകദേശം ലക്ഷ്യം ഉറപ്പായിരുന്നു. പിന്നെ ഞാൻ ക്ലാസ് കഴിഞ്ഞ പാടെ തന്നെ ഗേറ്റ് ഓപ്പറേഷൻ തുടങ്ങി. ഇന്ന് ഒരാഴ്ചക്കുള്ളില് ഇവിടെ MCBA ജോയിൻ ചെയ്തിട്ടുണ്ടായിരുന്നു. ശരി ശരി ശരി. പിന്നാണ് സിഗ്മ ജോയിൻ ചെയ്തു. അപ്പൊ പതിപോലെ നമ്മൾ ഷെഡ്യൂളും കാര്യങ്ങളും എല്ലാം ചെയ്യും, സാറന്മാര് പഠിച്ചു തുടങ്ങാൻ പറയും. അപ്പൊ അത് ആ ഒരു സ്റ്റഡി റൂമിൽ നിന്നല്ലായിരുന്നു പഠിക്കുന്നത്? സ്റ്റഡി റൂമിന്റെ എങ്ങനെയായിരുന്നു ഹെൽപ്പ് ചെയ്തത്? സ്റ്റഡി റൂം എനിക്ക് വെച്ചാൽ നമ്മൾ ഓൺലൈൻ ക്ലാസ് എന്നൊക്കെ പറയുമ്പോൾ എല്ലാവരും വീട്ടിലിരുന്ന് പഠിക്കുന്നതാണ് ഫസ്റ്റ് പ്രിഫർ ചെയ്യുക. പക്ഷെ എനിക്കൊരു ഇതാണ്, എക്സാം ഒക്കെ ആകുമ്പോൾ സ്റ്റഡി ലീവിന് വീട്ടിൽ പോയാൽ പഠിക്കാൻ പറ്റാറില്ല. ചിലപ്പോൾ എക്സാമിനൊക്കെ സ്റ്റഡി ലീവ് സമയത്ത് ഹോസ്റ്റലിൽ തന്നെ ഇരിക്കാറ്. അപ്പൊ ആ ഒരു അവസ്ഥയിൽ ഞാൻ വീട്ടിലിരുന്ന് റിസ്ക് എടുക്കണോ? വീട്ടിലാകുമ്പം ഓട്ടോമാറ്റിക്കലി വീട്ടിലെ ഉത്തരവാദിത്തങ്ങളൊക്കെ വരുമല്ലോ. അപ്പൊ അതിന്റെ ഇടയിൽ അങ്ങനെ ചിലർക്ക് പഠിക്കാൻ പറ്റാറുണ്ട്, എനിക്ക് അങ്ങനെ പഠിക്കാൻ പറ്റാറില്ല. അപ്പൊ ഞാൻ പിന്നെ എന്നാലും മനസ്സിലാക്കി വീട്ടിൽ നടക്കൂല. പക്ഷെ എനിക്ക് എന്റേതായ രീതിയിൽ വർക്ക് ഇടാൻ പറ്റിയൊരു ഫ്രീഡവും വേണം. അപ്പൊ പിന്നെ ഞങ്ങൾ ഇവിടെ സ്റ്റഡി സെന്റർ ഓപ്റ്റ് ചെയ്യാന്ന് തീരുമാനിച്ചു. അപ്പൊ പിന്നെ എനിക്ക് കൂടെ ആൾക്കാരെയും കിട്ടി. അപ്പൊ ഞങ്ങളിവിടെ ചാവടിമുക്ക് സ്റ്റേ എടുത്ത് അതും കൊറേ അലഞ്ഞ് കണ്ടുപിടിച്ചതാ. ഇതെല്ലാരും പ്രോസസിന്റെ ഭാഗമാണ്. ശരിക്കും പിന്നെ പഠനം തുടങ്ങിയപ്പോഴത്തേന് ഇപ്പൊ ഞാൻ ഓർക്കുന്നുണ്ട്, ഞാൻ ഗേറ്റ് പഠിക്കുന്ന സമയത്ത് എന്ന് വെച്ച് കഴിഞ്ഞാല് ഒരു സമയം 2 സബ്ജക്റ്റ് ആയിരുന്നു പഠിക്കുന്നത്. ഈ നെറ്റ്വർക്ക് കൺട്രോൾ പോലുള്ള സബ്ജക്ട് നമ്മുടെ ഇലക്ട്രോണിക്സില് അത് കുറച്ച് മറ്റേ ലോജിക് പേപ്പറുകളാണ്, അതിനോട് ഭയങ്കര ഇൻട്രസ്റ്റ് ആണ്. പക്ഷേ ഈ SSD EMT കമ്മ്യൂണിക്കേഷൻ ഒക്കെ വരുമ്പോഴത്തേന് കുറച്ചുകൂടി കോർ പേപ്പറാണ്. അപ്പം ഞാൻ എപ്പോഴും എനിക്ക് പക്ഷേ സിഗ്നൽസും നെറ്റ്വർക്കും ഒക്കെ ഇഷ്ടവും കാരണം ഞാൻ ഈ 2 സബ്ജക്റ്റ് ഒന്നിച്ചായിരുന്നു കൊണ്ടുപോകുന്നത്, കൂടെ മാത്സും കൊണ്ടുപോകും. കാരണം എന്താ, മറ്റേ പഠിക്കുമ്പോൾ എനിക്ക് ബോർ അടിക്കും, കാരണം എൻ്റെ ഒരു ഇൻട്രസ്റ്റ് അല്ല. അപ്പോൾ ബോർ മാറ്റാനായിട്ട് ആ സമയം എന്ത് ചെയ്യും, പാരലിൽ മറ്റേ പഠിക്കും. അതുപോലെ നിങ്ങൾ അങ്ങനെ ഇവിടെ ഒരു പ്ലാൻ ഉണ്ടായിരുന്നു, എങ്ങനെയാണ് 2 സബ്ജക്റ്റ് ആണോ 3 സബ്ജക്റ്റ് ആണോ, എങ്ങനെയാണ് സബ്ജക്റ്റ് പഠിച്ചു തീർത്തത്? ഞാൻ 3 സബ്ജക്ട് വരെ ട്രൈ ചെയ്തിട്ടുണ്ട്. പക്ഷെ അതൊരു ഫെയിലർ ആയിട്ടാണ് എനിക്ക് മനസ്സിലായത്. ഓവർ ലോഡ് ചെയ്യാൻ നോക്കുമ്പോൾ എവിടെയെങ്കിലൊക്കെ കോംപ്രമൈസ് വരും. ഒരു 3 സബ്ജക്ട് എടുത്തു, അതിൽ അനലോഗ് ഇലക്ട്രോണിക്സ് പഠിച്ചു തീർക്കാനായില്ല, 8 വരെ പഠിച്ചു തീർക്കാനായില്ല. അങ്ങനെ കുറച്ചായി പഠിച്ചാലും തീരൂലല്ലോ, ഒരു സ്ട്രക്ചേർഡ് ആയിട്ട് പഠിച്ചാലല്ലേ. പിന്നെ അത്രയും ഓവർലോഡ് ചെയ്യാൻ മാത്രം നമുക്ക് പറ്റിയില്ല, നമ്മളതിനും ടയർഡ് ആവുമല്ലോ. മനസ്സിലായി. അതാണ് പറഞ്ഞത്, ഇത് എല്ലാവരുടെയും ഒരു കാര്യമാണ്. കാരണം ഓക്കെ ഇപ്പോഴാണെങ്കിലും നമ്മളിപ്പം ഏതാണോ ഇന്ന് ലോഞ്ചിന് കുറെ കുട്ടികളുണ്ട്, അവരെല്ലാം ഇപ്പൊ ഒരു പ്രതീക്ഷയിലാണ് ഇങ്ങനെ ഇരിക്കുന്നത്. കാരണം ഇന്നെല്ലാരും ഇപ്പൊ ഭയങ്കര മോട്ടിവേറ്റഡ് ആയി. എല്ലാരും പറയുന്നത് ഇനി ഒരു 8 മാസം കഴിയുമ്പം നമ്മള് ഇന്ത്യയിലെ ടോപ്പ് റാങ്ക് എത്തും, അല്ലെ PSUലെത്തും, അല്ലെ IIT-യിലെത്തും. ഇന്നിപ്പോ അവർക്ക് ഇപ്പൊ ലാസ്റ്റ് വന്നപ്പോ ഒരു ഭയങ്കര മോട്ടിവേറ്റഡ് ആയി. പക്ഷെ ശരിക്കും പറഞ്ഞ ഈ യാത്ര ഒരു ടഫ്നെസ് ഉണ്ട്. ഒരു ടഫ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ടയേർഡാവും കുറച്ച് കഴിയുമ്പോൾ. അതൊക്കെ എങ്ങനെയാണ് നിങ്ങൾ മാനേജ് ചെയ്തത്? ശരിക്കും അതാണ് ഇപ്പം, കാരണം ഇപ്പം ആസ് എ ടീച്ചർ എന്ന രീതിയിൽ ഞാൻ ഉപദേശിക്കുന്നതിലും അഡ്വൈസ് കൊടുക്കുന്നതിലും നിങ്ങളുടെ ഈ വാക്കായിരിക്കും അവർക്ക് ഏറ്റവും ഗുണം ചെയ്യുന്നത്. ഞാൻ പറഞ്ഞു, ഈ കുത്തിയിരുന്ന് പഠിക്കണമല്ലോ, അപ്പൊ അതിൽ ഇൻട്രസ്റ്റിങ് കണ്ടെത്തണം, നമ്മുടെ ഹാർഡ് വർക്കും ഉണ്ടായിരിക്കണം, ലക്ഷ്യവും ഉണ്ടായിരിക്കണം. അപ്പൊ ഇതെല്ലാം ചിലപ്പം
തളർന്നു പോകാം, ചിലപ്പോൾ ഡീമോട്ടിവേറ്റ് ആകാം. അപ്പൊ അങ്ങനത്തെ ഒക്കെ സിറ്റുവേഷൻ എങ്ങനെയാണ് ഹാൻഡിൽ ചെയ്തത്? അല്ല, അത് തീർച്ചയായും എല്ലാവർക്കും ഉണ്ടാകും. കാരണം ഒരേ കാര്യം മാസങ്ങളോളം ചെയ്യുമ്പോൾ ബേൺ ഔട്ട് ആവുന്നത് നോർമലാണ്. അപ്പം നോർമൽ കേസുകളിൽ എനിക്കൊക്കെ പിന്നെ നമ്മളിവിടെ ഒരു കമ്മ്യൂണിറ്റി ആയിട്ടുള്ളതുകൊണ്ട് എപ്പോഴും ആരെങ്കിലും ഒരാൾ നമ്മളെ താങ്ങായിട്ടുണ്ടാവും. അപ്പം നമുക്ക് ഒന്ന് ഡൗൺ ആയാൽ ഒന്ന് മോട്ടിവേറ്റ് ചെയ്യാനും അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു സംശയം വരുമ്പോൾ നമുക്ക് ചെയ്യാൻ പറ്റുമെന്ന് ഡൗട്ടൊക്കെ വരുമ്പോൾ ആരോടും സംസാരിച്ചാൽ തീരാവുന്നതേ ഉള്ളൂ. അതാണ് പറഞ്ഞത്, ഈ എല്ലാവരും ഇപ്പൊ സ്റ്റഡി സെന്ററിൽ വരണമെന്ന് നമ്മൾ ഈ നിർബന്ധം പറയാനുള്ള മെയിൻ കാരണം ഇതാണ്. വീട്ടിൽ ഇരുന്നിട്ട് നമ്മളൊന്ന് ഡൗൺ ആയി പോയുണ്ടല്ലോ, അതങ്ങനെ അങ്ങ് പോവും. കാരണം ആർക്കും പറ്റുകയല്ലോ, മനസ്സിലായില്ലേ? എനിക്ക് ഒന്നെന്ന് വെച്ച് കഴിഞ്ഞാല് സിദ്ധാർത്ഥ് മറ്റേ PSC ഒന്നും അല്ല ഓപ്റ്റ് ചെയ്തേക്കുന്നത്, IISc ബാംഗ്ലൂർ ആണല്ലേ. ഇന്ത്യയിലെ ഏറ്റവും വലിയ എന്താണ് പറയുന്നത് പ്രീമിയർ ഇൻസ്റ്റിറ്റ്യൂഷനിൽ പെടുന്ന ഇതാണ് IISc ബാംഗ്ലൂർ. ശരിക്കും വെച്ചാൽ ഇനി ഒരു ടാഗ് വീഴുവാണ്, മനസ്സിലായില്ലേ? നമ്മുടെ പേരിന്റെ ഒക്കെ അവസാനം വരെ ഇനിഷ്യൽ പോലെ ആണ്. എങ്ങനെയാ ഇപ്പൊ എന്ത് തോന്നുന്നു IISc പഠിക്കാനുള്ള ആ ഒരു എക്സൈറ്റ്മെന്റ് ഉണ്ടോ? എക്സൈറ്റ്മെന്റ് ഉണ്ട്, പിന്നെ എന്തായിരിക്കും എന്നുള്ള ഒരു പേടിയുണ്ട്. കാരണം അവിടെ പോയാൽ ഫുൾ NITക്കാരോ IITക്കാരാണ്. ഇന്റർവ്യൂ പോയപ്പോൾ കുറെ പേര് പരിചയപ്പെട്ടെ. പക്ഷെ പേടിക്കണ്ട, കഴിഞ്ഞ പ്രാവശ്യം ഞാനും മറ്റേ സാറും ബാംഗ്ലൂർ പോയപ്പോഴത്തേന് നമ്മുടെ സ്റ്റുഡന്റ് വന്നിട്ട് ഒരു വളരെ സന്തോഷകരമായിട്ട് പറഞ്ഞു, IISc ബാംഗ്ലൂരിലെ സെക്യൂരിറ്റിക്കും പട്ടിക്കും പൂച്ചയ്ക്കും വരെ M-Sigma കൂടുതലും അറിയാം. കാരണം എല്ലാ വർഷവും അവിടെ ശരിക്കും വെച്ച് കഴിഞ്ഞാൽ AIലാണെങ്കിൽ 6 സീറ്റ്, മറ്റിടത്ത് 5 സീറ്റ്. ഈ 9 സീറ്റ് ഉള്ളതിൽ 3 പേര് M-Sigmയിലുള്ളതാണ്. എല്ലാവർക്കും അറിയാന്ന്. അതൊരു വലിയ സന്തോഷമായിരുന്നു. അവിടെ IITക്കാരും NITക്കാരും ആയിരിക്കും, പക്ഷെ നമ്മുടെ അഭിമാനകരമായിട്ടൊരു കാര്യമുണ്ട്, ആ IITക്കാർ നിങ്ങളോട് ചോദിക്കുമോ M-Sigmയാണല്ലേ എന്ന്. അല്ല, അത് സത്യത്തിൽ ഞാൻ പറയല്ലേ, കഴിഞ്ഞ പ്രാവശ്യം പോയപ്പോഴത്തേന് എനിക്ക് എൻ്റെ ജീവിതത്തിൽ എനിക്ക് ഏറ്റവും വലിയ ഒരു ഫീല് തോന്നിയ ഒരു കാര്യമാണ് ഇതേ കാര്യമുണ്ടല്ലോ. IISc ബാംഗ്ലൂർ ഇപ്പം നമ്മുടെ ഇലക്ട്രോണിക്സ് IIT മദ്രാസ് VLSI ഇല്ലേ, VLSI 16 പേർക്കാണ് കിട്ടുന്നത്. ഈ ഓൾ ഇന്ത്യ അത് കിട്ടാൻ വേണ്ടി ഭയങ്കര മത്സരമാണ്. ആ 16 പേര് 4 പേരാരാന്നറിയോ? നമ്മളാണ്. അപ്പൊ എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഇതുപോലെ വലിയ പ്രീമിയർ ഇൻസ്റ്റിറ്റ്യൂഷനിൽ ചെല്ലുമ്പോഴത്തേന് ഇപ്പൊ സിദ്ധാർത്ഥ് പറഞ്ഞോട്ട് അവിടെ വരുന്ന മൊത്തം IIT NITക്കാരാ, അതും BTech IIT NITക്കാരാ. അപ്പൊ അതിന്റെ കൂട്ടത്തില് ഏത് M-Sigmക്കാരെന്നും ഒരു വാക്ക് വന്ന് നമ്മളെ ജീവിതത്തിൽ ഭയങ്കര അച്ചീവ്മെന്റ്. ശരിക്കും ഞാനും നിതിൻ സാഹുടി ഇത് കേട്ടിട്ടുണ്ടല്ലോ, പോയിട്ട് ഏതാണ്ട് പറഞ്ഞേ നമ്മുടെ ജീവിതത്തിൽ ഏറ്റവും വലിയ അച്ചീവ്മെന്റ് ആയി എന്ന് പറഞ്ഞിട്ട് പോയിട്ട് മറ്റേ ഭക്ഷണമൊക്കെ കഴിച്ച്. കാരണം അതൊരു വല്ലാത്ത ഇതായിരുന്നു. അപ്പൊ അതുപോലെ നമ്മളെ കുറെ വർഷം കഴിയുമ്പോഴത്തേന് ഇപ്പൊ M-Sigmയുടെ നമ്മുടെ ഒരു വിഷയം എന്താണെന്ന് വെച്ചാൽ, ഇപ്പൊ NPCയിൽ കിട്ടില്ല, കഴിഞ്ഞ പ്രാവശ്യം ബാർക്കിൽ കിട്ടിയിട്ടുണ്ടായിരുന്നു. അപ്പൊ ഇന്ത്യയിൽ തന്നെ കുറെ ഇതുപോലെ നയതന്ത്ര ഇതുള്ള ബാർക്കല്, IIA, ഇങ്ങനെ കുറെ 5-8 സ്ഥാപനങ്ങളുണ്ട്. ഇവിടെ എല്ലാം ഒരു 10-16 പോസ്റ്റിംഗ് ആണുള്ളത്. അപ്പോൾ ഒരു 5-6 വർഷം ഇങ്ങനെ ഓടിക്കഴിഞ്ഞാൽ അവിടേക്കെല്ലാം M-Sigmയിലെ കുട്ടികളെ വിടാൻ പറ്റുമെന്നുള്ളൊരു അതിപ്പോ ഒരു എയിമായിട്ട് എടുത്തേക്കുവാണ്. IISc ബാംഗ്ലൂർ ഞാൻ പറഞ്ഞല്ലോ, നമ്മുടെ കരിയറെ മാറ്റിക്കളെ. നമ്മൾ ഇത്രയും നാൾ പഠിച്ചുകൂട്ടൊന്നുമല്ല, ഈ പറഞ്ഞുകൊണ്ട് തന്നെ അവിടുത്തെ എൻവയോൺമെന്റും എല്ലാം. ഏതാണ് ഓപ്റ്റ് ചെയ്തേക്കുന്നത്? M.Tech ഇലക്ട്രിക്കൽ എഞ്ചിനീയറിംഗ് കോഴ്സായിരുന്നു. ശരി ശരി ശരി. നമ്മുടെ ആദ്യത്തെ വൈഷ്ണവ് അവിടെ എടുത്തത് AI ആയിരുന്നു. വൈഷ്ണവിന് അവിടെ തന്നെ പ്ലേസ്മെന്റ് കിട്ടിയായിരുന്നു, 70 ലക്ഷമായിരുന്നു. പക്ഷെ വൈഷ്ണവ് പോയില്ല. ഇപ്പം മറ്റേത് നമ്മുടെ ഇന്ത്യൻ ലോ പ്രകാരമുള്ള ഏതോ ഒരു കമ്പനിയുടെ ഏതോ ഒരു AI ഇതിലാണ് കിട്ടിയത്. 1.25 കോടിയാണ് ഇപ്പൊ ശമ്പളം വന്നത്. കാരണം വൈഷ്ണവ് വിളിച്ചിട്ട് സാറേ മണി മാനേജ്മെന്റ് ഒന്ന് പഠിപ്പിക്കണമെന്ന്. കാരണം എന്താ പറഞ്ഞേ, കാരണം എത്ര 23 വയസ്സ്, 21 കഴിഞ്ഞ് M.Tech കയറി 23, 24. ഇപ്പൊ 24ാമത്തെ വയസ്സിലാണ് 1.5 കോടി രൂപ ശമ്പളം വരുന്നത്. അപ്പൊ വിളിച്ചിട്ട് സാറ് മണി മാനേജ്മെന്റ് ഒന്ന് പഠിപ്പിക്കണമെന്ന് പറഞ്ഞിട്ട്. അപ്പൊ ഇതെല്ലാം നമുക്കും പോസിബിൾ ആണ്. ഓക്കെ, അദ്വൈത പറയൂ. അദ്വൈതം എന്താണ്? നമ്മുടെ ഈ യാത്രയാണ് എല്ലാവർക്കും വേണ്ടത്. ശരിക്കും എപ്പോഴും ഒരു കാര്യമുണ്ട്, ഞാൻ ഗേറ്റ് പഠിക്കുന്ന സമയത്ത് ഞാൻ ആദ്യമേ ചെയ്ത് എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാല്, പ്രീവിയസ് ഇയറിൽ റാങ്ക് കിട്ടിയോ ഇന്റർവ്യൂ നിരത്തിയിരുന്ന് കാണുമായിരുന്നു. ഞാൻ അങ്ങനെയാണ്. 10-17 വർഷം മുമ്പത്തെ കഥയാണ് കേട്ടോ. ഞാൻ എന്താ ചെയ്യുന്നത് ചോദിച്ചു കഴിഞ്ഞാല്, അന്ന് ഇത്രയും സോഷ്യൽ മീഡിയ ഒന്നുമില്ല, വല്ലപ്പോഴും കിട്ടിയാലായി, അല്ലെങ്കിൽ നേരിട്ട് പോയി കാണും. ഞാൻ ഇങ്ങനെ കുറെ അവരുടെ ഈ 1-2 അല്ലെ പൊതുവെ എല്ലാവരും ചെയ്യുന്ന കാര്യമുണ്ട്, പ്രീവിയസ് സിംഗിൾ ഡേറ്റ് റാങ്ക് കിട്ടിയില്ലേ, അവരെല്ലാം ഇന്റർവ്യൂസ് ഇരുന്ന് കാണുമായിരുന്നു.
പക്ഷെ പണ്ട് കാലത്ത് ഞാൻ നോക്കുമ്പോഴത്തേനും ഞാൻ കാണുന്ന മൊത്തം എന്താ ഇതുപോലെ IIT കാരന്മാരെയും നോർത്തിലുള്ള IIT ബിടെക് പഠിച്ചവന്മാരെയാണ് കാണുന്നത്. അപ്പൊ എനിക്കൊന്നും റിലേറ്റ് ചെയ്യാൻ പറ്റിയല്ല. ഇവരൊക്കെ ശരിക്കും വെച്ചാൽ ഇന്നിപ്പം വന്ന സൗരവ് സാറില്ലേ, പുള്ളി സൂപ്പർ 30-ലുണ്ടായിരുന്നാണ്. അപ്പം അവരുടെയൊക്കെ അനുഭവം ഞാൻ കേട്ടിട്ട് കാര്യമില്ല എന്ന് എനിക്ക് തോന്നിയിരുന്നു. കാരണം എൻറ്റയർലി ഞാൻ പഠിച്ചു വന്നതും എല്ലാം വ്യത്യാസമായിരുന്നു. അപ്പൊ ഞാൻ ഹൈദരാബാദിൽ ചെന്ന് ടോപ്പ് റാങ്കുകാരെ എല്ലാം കണ്ടെത്തി നിങ്ങൾ എങ്ങനെയാ പഠിച്ചെന്ന് ചോദിച്ചപ്പം എനിക്കൊരിക്കലും റിലേറ്റ് ചെയ്യാൻ പറ്റുന്നില്ലായിരുന്നു. കാരണം അവർ പഠിച്ച രീതിയെല്ലാം വ്യത്യാസങ്ങളായിരുന്നു. പക്ഷെ ഇവിടെ എന്ന് വെച്ച് കഴിഞ്ഞാൽ കഴിഞ്ഞിപ്പം കണ്ടെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ കേരളത്തിലുള്ള ഈ കോളേജിൽ നിന്നുള്ള കേരളത്തിലുള്ള മുഴുവൻ കോളേജിലെ പിള്ളേർക്ക് മാത്രമാണ് നമ്മുടെ റാങ്ക് ലിസ്റ്റ് എടുത്ത് നോക്കിക്കഴിഞ്ഞാൽ അറിയാൻ വെളിയിൽ നിന്ന് ആരുമില്ല. അപ്പം നമ്മുടെ ജൂനിയേഴ്സിനും എന്താണ് പറഞ്ഞത് അത് കണ്ടാൽ റിലേറ്റ് ചെയ്ത് പഠിക്കാൻ കാണും. ഇപ്പം എനിക്ക് വേണ്ടെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പം നിങ്ങളുടെ ജൂനിയേഴ്സ് എന്തായാലും നിങ്ങൾ എന്ത് ചെയ്തു എന്നുള്ള കാര്യം നോക്കും. അതാണ് ഏറ്റവും സിമ്പിൾ കാര്യം. എന്താണ് പറഞ്ഞത് വേറെ വലിയ ആൾക്കാർ എന്തൊക്കെയോ അത്ഭുതം കാണിച്ചതിന്റെ പുറകെ പോവാതെ നമുക്ക് റിലേറ്റ് ചെയ്ത ഒരാൾ എന്ത് ചെയ്തു എന്ന് കേട്ട് കഴിഞ്ഞാൽ അതും ഫോളോ ചെയ്ത് എളുപ്പമാണ്. അദ്വൈത പറയൂ. ഞാന് ആദ്യമേ ഇവിടെ ചേരുന്നപ്പം ഫൈസ് ആയിരുന്നു, അല്ലേ ഫൈസിന്റെ പേരായിരുന്നു എപ്പോഴും പറഞ്ഞത്. ഫൈസും RIT പഠിച്ച. അപ്പൊ നമ്മുടെ കൂടെ പഠിച്ച ഒരാൾക്കും അങ്ങനെ റിസൾട്ട് ഉണ്ടാക്കാൻ പറ്റി എന്ന് പറഞ്ഞപ്പോ തന്നെ എനിക്ക് തോന്നി ഒന്ന് പഠിച്ചാൽ എനിക്കും പറ്റും എന്നുള്ളൊരു തോന്നൽ വന്ന ഒബ്വിയസ്ലി അവിടുന്ന് തന്നെയാ. അങ്ങനെയാ ഞാൻ സാറിനെ കാണുന്നതും. പിന്നെ സാറിനെ കണ്ടപ്പോ എനിക്ക് ഫുള്ളി സാറ്റിസ്ഫൈഡ് ആയിരുന്നു. എനിക്ക് സാറ് ഉറപ്പിച്ചങ്ങ് പറഞ്ഞു ഒന്നും പേടിക്കണ്ട, ഞാൻ നോക്കോളാം. അപ്പൊ ഉറപ്പായിരുന്നു ഞാൻ പഠിച്ചു തുടങ്ങാനും. പിന്നെ ഇപ്പോഴാണെങ്കിൽ ഏറ്റവും കൂടുതൽ സപ്പോർട്ട് ചെയ്യുന്ന സാറ് തന്നെയാ. എല്ലാ കാര്യങ്ങളും എല്ലാം പറയുന്നതും എല്ലാം ചെയ്തു തരുന്നതും എല്ലാം സാറ് തന്നെയാണ്. അതെ ശരിക്കും ഗേറ്റ് റാങ്ക് കിട്ടുക എന്ന് മാത്രമല്ല ഇത് കഴിഞ്ഞുള്ള കാര്യത്തിലുമാണ് ഭയങ്കര ഡിസിഷൻ എടുക്കേണ്ടത്. കാരണം ഇപ്പം നിങ്ങൾ ടോപ്പ് റാങ്കാണ്, നിങ്ങൾക്ക് കുറേ ഓപ്ഷൻസ് വരും. ഇപ്പൊ തന്നെ ഞാൻ പറഞ്ഞിരുന്നത് ബിറ്റ്സ് വന്നിട്ടുണ്ടായിരുന്നു, IIT വന്നിട്ടുണ്ടായിരുന്നു, ഇപ്പൊ IAC വന്നിട്ടുണ്ടായിരുന്നു. അപ്പൊ ഇതിൽ ഏതെടുക്കണം എന്തെടുക്കണം എന്നുള്ളതും ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആണ്. കാരണം നമ്മൾ കിട്ടിയ റാങ്ക് അല്ല, ആ റാങ്കിൽ കിട്ടാൻ പറ്റുന്ന ഏറ്റവും ബെസ്റ്റ് ഓപ്ഷൻ എടുക്കണം. അവിടെ പ്രശ്നം വന്നു കഴിഞ്ഞാൽ ഈ ചെയ്തതിന് ഇതില്ലാതായിപ്പോ. അപ്പൊ എല്ലാം ഞാൻ 2024 മൂലമായിരുന്നു ആദ്യത്തെ മൂലം റാങ്ക് വന്നില്ലേ, അവര് വരെ ഇപ്പം ഏതാണ് പറഞ്ഞത് നല്ല ബന്ധമുണ്ട്. അത് സാറ് കീപ്പ് ചെയ്യുന്ന ഒരു വലിയ കാര്യമാണ് കേട്ടോ. കാരണം നിങ്ങളിപ്പോൾ ഇവിടുന്ന് പോയാലും ഒരു മറ്റേ നിങ്ങൾക്ക് പറ്റിയ ഏതെങ്കിലും വലിയ ഇത് വരുന്നുണ്ടെങ്കിൽ നിങ്ങളെ വിളിച്ചിട്ട് എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അത് അപ്ലൈ ചെയ്യിപ്പിച്ച് എഴുതിപ്പിച്ച് മനസ്സിലല്ലേ വേണേ അതിനും സാറ് ഗൈഡൻസ് കൊടുക്കും. സാറ് ഭയങ്കര ഡെഡിക്കേറ്റഡ് ആയിട്ടുള്ള ഭയങ്കര ഒരു രക്ഷയില്ല. നമ്മളിങ്ങനെ വിളിച്ചോണ്ടേ ഇരിക്കും അത് ചെയ്യാനായിട്ട്. നമ്മളിങ്ങനെ നമുക്ക് താല്പര്യം ഇല്ലെങ്കിലും സാറ് താല്പര്യം അത് ഈ മോട്ടിവേറ്റ് ആയി നിൽക്കുക എന്നുള്ളതാണ് ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ളത്. നമ്മളെപ്പോഴും സെൽഫ് മോട്ടിവേറ്റ് ആയിരിക്കണം. ചില സമയത്ത് മുമ്പേ പോലെ ഞാൻ മുമ്പേ അവിടെ പിള്ളേരോട് സംസാരിച്ച അവര് പറയുന്നത് ഇടയ്ക്ക് ഇട്ടിട്ട് പോകാനൊക്കെ തോന്നാറില്ല എന്നൊക്കെ. അപ്പൊ നമ്മള് സ്വയം സെൽഫ് മോട്ടിവേറ്റ് ആയിരിക്കുക. കാരണം നമുക്ക് അറിയാം ഇതിന്റെ ഗേറ്റ് എഴുതിയാലുള്ള അതിന്റെ ഗുണങ്ങള്. അപ്പം ഇത് സെൽഫ് മോട്ടിവേറ്റ് ആയിട്ട് നമ്മൾ ഇടയ്ക്ക് വെച്ചും എടുത്താലും ഒരു ഇടയ്ക്ക് ചെറിയൊരു ബ്രേക്ക് എടുക്കുക. ഞാൻ മുമ്പ് പറഞ്ഞ സിനിമ കണ്ടിട്ട് വീണ്ടും പഠിത്തത്തിലേക്ക് ട്രാക്കിലേക്ക് തിരിച്ചു വരിക, സെൽഫ് മോട്ടിവേറ്റ് ആയിട്ട് പിന്നെയും പഠിക്കുക. സെൽഫ് മോട്ടിവേഷൻ ഭയങ്കര ഇമ്പോർട്ടന്റ്. അതുപോലെ തന്നെ നമ്മുടെ ഫ്രണ്ട്സിനെ നമ്മള് കൂടെ കൊണ്ടുവരണം. അല്ല പൊതുവെ പണ്ട് മുതലേ ഇപ്പൊ നമ്മൾ പഠിക്കുമ്പോഴാണെങ്കിലും ഇപ്പൊ നമ്മുടെ IS 1ാം റാങ്ക് കിട്ടി ഇജാസാഖ് എന്ന് പറഞ്ഞ ആള് ഉണ്ടെന്ന് പറഞ്ഞില്ലേ. ശരിക്ക് ഇജാസാഖും വേറൊരാളും ഒന്നിച്ചിരുന്ന് പഠിച്ച് അവർക്ക് 1-2 റാങ്ക്. ഇതിൽ നിങ്ങൾ നോക്കിയാൽ അറിയാം ഈ അടുത്തടുത്ത് നിന്ന് പഠിക്കുന്ന സ്റ്റഡി ഹബിൽ തന്നെ ഒരു ഗ്രൂപ്പ് ഉണ്ടാവല്ലോ, ആ ഗ്രൂപ്പിനെല്ലാം ഒരേ റാങ്ക് ആയിരിക്കും. അല്ല അങ്ങനെ എത്തണം. നമ്മൾ ആദ്യമേ വരുന്നത് പല റേഞ്ച് ആണെങ്കിലും ഒരു 5 മാസം ഒന്നിച്ച് കഴിയുമ്പോൾ എല്ലാരും ഒരേ രീതി വരും. സാറ് പറയാറുണ്ടായി നമ്മളെ കോമ്പറ്റീഷൻ നടക്കുന്നത് എംസിക്മയുടെ അകത്തല്ല, അവിടെ നമ്മൾ പരസ്പരം സപ്പോർട്ട് ചെയ്ത് എല്ലാരെയും ഒരേ റാങ്കിലേക്ക് അല്ലെങ്കിൽ നല്ല പ്രീമിയർ ഇൻസ്റ്റിറ്റ്യൂട്ടിലേക്ക് എത്തിക്കാനാണ് നോക്കുന്നത്. നമ്മളെ കോമ്പറ്റീഷൻ പുറത്തുള്ള 90,000 പേരോടാ. അവിടെയാണ് നമ്മുടെ കോമ്പറ്റീഷൻ നടക്കുന്നത്. ശരിക്കും അതാണ് ഓൾ ഇന്ത്യയിൽ കോമ്പീറ്റ് ചെയ്യാനുള്ള അവർ ചെയ്യുന്നതിൽ ഒരു പടി നമ്മൾ മുങ്ങി ചെയ്യാന്ന് മാത്രമേ ഉള്ളൂ. അതിനുള്ള എല്ലാ കാര്യങ്ങളും ഇവിടെ ആക്കുന്നുണ്ട്. അപ്പം കുട്ടികൾ നിൽക്കുക എന്നുള്ള ഇതാണ്. പക്ഷെ ഈസി ആയിട്ട് കിട്ടാൻ പറ്റുന്നതാണ്. പിന്നെ പലരും ഞാൻ പറഞ്ഞു ഇപ്പോഴത്തെ ഒരു കാര്യമുണ്ട്, ഇപ്പൊ പ്ലേസ്മെന്റ് എന്ന് പറഞ്ഞില്ലേ. ഇപ്പൊ എന്താണ് നമ്മുടെ കോളേജിൽ വരുന്ന പ്ലേസ്മെന്റ് എന്താ, ഇന്റൽ വരുന്നുണ്ടോ, ഗൂഗിൾ വരുന്നുണ്ടോ? ഇല്ലല്ലോ, ഒന്നും വരുന്നില്ല. ആകെയുള്ള കുറച്ച് സോഫ്റ്റ്വെയർ കമ്പനി വരും, 40,000 ഒരു 6 ലക്ഷം രൂപ. അല്ലെങ്കിൽ മാക്സിമം വന്നു കഴിഞ്ഞാൽ എനിക്ക് തോന്നുന്നത്
ടെക്സാസ് ഇൻസ്ട്രുമെന്റ് വന്നിട്ടുണ്ടെന്ന് തോന്നുന്നില്ലേ 12 ലക്ഷം രൂപ. അത് നല്ല പാക്കേജ് വരാം. അത് വരുന്നത് അതും കുറച്ച് പേര് എടുക്കുന്നുണ്ട്. അല്ല ഞാനിപ്പോ പറഞ്ഞെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്കല്ലേ ഇപ്പം ആദ്യത്തെ ഇപ്പൊ ഞമ്മളെ IIT പോയിട്ട് MTech ചെയ്ത് അവിടെ ശരിക്കും വെച്ച് കഴിഞ്ഞാല് ഒന്നും കിട്ടിയില്ല. കോൾക്കോം ചെറുതെന്നല്ല ഞാൻ പറയുന്നത് കേട്ടോ. ഒന്നും കിട്ടിയില്ല, കോൾക്കോം കിട്ടിക്കുള്ളൂ. എത്ര 44 ലക്ഷം. ഇതിങ്ങനെ പറയുമ്പോ കോൾക്കോം ചെറിയ കമ്പനി എന്നല്ല ഞാൻ പറയുന്നത്. നിങ്ങളൊന്ന് എടുത്തു നോക്കണം. ഞാൻ ഈ കഴിഞ്ഞ 3 വർഷമായിട്ട് നമ്മുടെ ഇവിടുന്ന് IIT പോകുന്നവർ ആദ്യം അവർ വിളിക്കുമ്പോഴത്തേന് എല്ലാവരും പറയുന്നതാണ് കോൾക്കോം കിട്ടി 44 ലക്ഷം. പക്ഷെ കുറച്ച് കഴിയുമ്പോൾ 60 കിട്ടും. അപ്പൊ എനിക്ക് തോന്നിയൊരു കാര്യമാണ്, എനിക്ക് തോന്നിയത് ഒന്നും കിട്ടിയില്ലെങ്കിലും കോൾക്കോമിലും കിട്ടുമെന്ന്. മനസ്സിലായില്ലേ? അത് 44 ലക്ഷം രൂപ പാക്കേജാ. കേരളത്തിൽ എത്രയാണ് ആവറേജ് പാക്കേജ് എടുത്തു കഴിഞ്ഞാൽ ഗവൺമെന്റ് കോളേജിൽ ആവറേജ് പാക്കേജ് വരുന്ന 5 ലക്ഷം രൂപയാണ്. ഇനി എന്താ പറഞ്ഞത്, അപ്പൊ അത്രയും ഏതാണ് പറഞ്ഞത് നമുക്ക് ഇതുണ്ട്, ഏതാണ് പറഞ്ഞത് ഓപ്പർച്യൂണിറ്റീസ് ഇതിനകത്തുണ്ട്. അതുകൊണ്ടാണ് പലരും പറഞ്ഞത് ഈ IIT MTech തന്നെ ചെയ്യുന്നത്. അത് നിങ്ങളൊരു പഠനത്തിന്റെ ഇപ്പൊ ഗേറ്റ് പഠിക്കാൻ നേരത്ത് നിങ്ങളെങ്ങനെയാണ് സമയം, ടൈം എങ്ങനെയാണ്? എത്ര മണി മുതൽ എത്ര മണി വരെ പഠനം? ഏകദേശം നമ്മളൊരു ജൂണിലാണ് തുടങ്ങുന്ന പരിപാടി. ജൂണിൽ തുടങ്ങിയിട്ട് ഓരോ മാസം നിങ്ങളുടെ ടൈമിൽ എടുത്ത ടൈമിന്റെ ഒരു സ്പെസിഫിക്കേഷൻ ഓരോരുത്തരും പറയാവും. ഫസ്റ്റ് തുടങ്ങിയോ? ഞാൻ ജൂണിൽ ഡെയിലി എത്ര ദിവസം എത്ര മണിക്കൂർ പഠിച്ച്? ഞാൻ അങ്ങനെ ഒരു ദിവസം ഇത്ര മണിക്കൂർ പഠിക്കും അത് കഴിഞ്ഞ് നിർത്തും അങ്ങനല്ലായിരുന്നു. ഇപ്പം ഒരു ദിവസം എനിക്ക് കാണാനുള്ള ക്ലാസ്സസ് കാണും ആദ്യം, എന്നിട്ട് അതിന്റെ പ്രോബ്ലംസ് ചെയ്യും, എന്നിട്ട് നേരത്തെ കണ്ട ക്ലാസ്സിന്റെ റിവിഷൻ ചെയ്യും, PYQs ചെയ്തിട്ട് റിവിഷൻ ചെയ്യും. ഇത് കഴിഞ്ഞിട്ടേ ഞാൻ കിടക്കാറുള്ളായിരുന്നു. അപ്പം ഇത്ര സമയത്തിനുള്ളിൽ തീർക്കാൻ പറ്റണമെന്നില്ല. നമ്മൾ വിചാരിച്ച സമയത്തിൽ ഇത് കൂടാൻ ചാൻസ് ഉണ്ട്. അപ്പൊ അഡ്ജസ്റ്റ് ചെയ്ത് മാക്സിമം ആ ചെയ്യാനുള്ള കാര്യങ്ങൾ അന്നു ചെയ്യുക, അതാണ് ബേസ്. അപ്പൊ അത് ജൂൺ മുതൽ അങ്ങ് അടുത്ത ഫെബ്രുവരി വരെ ഒരേ ഒരേ പേസ് അല്ല. ഇടയ്ക്ക് ഞാൻ ഓണത്തിനൊക്കെ വീട്ടിൽ പോയപ്പം എനിക്ക് നല്ല ബ്രേക്ക് വന്നു. ഒരു 5-6 ദിവസമൊക്കെ ബ്രേക്ക് വന്നായിരുന്നു. അപ്പം കാരണം ഞാൻ പ്ലാൻ ചെയ്തനുസരിച്ചല്ല പിന്നെ പോയെ. അപ്പോൾ ലാഗ് വന്നു. അപ്പൊ എനിക്ക് ഷെഡ്യൂൾ എന്റെ മാറ്റേണ്ടി വന്നു. സബ്ജക്റ്റുകൾ ലാഗായി. ഞാൻ തീർക്കേണ്ട സമയത്തൊന്നുമല്ല സിഗ്നൽസ് ഫെസിലിറ്റി. അപ്പം വീണ്ടും ഫുള്ളി ആദ്യം തൊട്ട് വീണ്ടും പുതിയൊരു ഷെഡ്യൂൾ എനിക്ക് സാറ് തന്നിട്ട് അത് ഫോളോ ചെയ്യുമായിരുന്നു. സിദ്ധാർത്ഥന്റെ കേസിലോ? എന്റെ ഷെഡ്യൂൾ അങ്ങനെ കോൺസ്റ്റന്റ് ആയിട്ട് ഒന്നും ഇല്ലായിരുന്നു. ഷെഡ്യൂൾ നമ്മൾ ആക്ച്വലി എക്സ്പെരിമെന്റ് ചെയ്ത് കണ്ടുപിടിക്കാന്നുള്ളത് തന്നെയാ. നമുക്കങ്ങനെ നമുക്ക് വേണ്ട ഷെഡ്യൂൾ കൃത്യമായിട്ട് നമുക്ക് ജഡ്ജ് ചെയ്തെടുക്കാൻ പറ്റുമൊന്നുമില്ല. ഞാൻ സ്റ്റാർട്ട് ചെയ്യുമ്പോ അങ്ങനത്തെ നമുക്ക് കണ്ടു തീർക്കാനുള്ള ക്ലാസ്സസ് ഏതാണെന്നറിയാം. പക്ഷെ 2 മണിക്കൂറിന്റെ ക്ലാസ് ആണെങ്കിൽ അത് കണ്ടു തീർക്കാൻ ചിലപ്പോൾ 2 മണിക്കൂർ പോരായിരിക്കും. അത് മനസ്സിലാക്കി കൃത്യമായി എടുക്കണമെങ്കിൽ ചിലപ്പോൾ ഒരു 4 മണിക്കൂർ എടുക്കാം. അപ്പൊ ഒരു ടൈം ഫ്രെയിം കറക്റ്റ് പറയാൻ പറ്റില്ലെങ്കിൽ എന്തൊക്കെയാ ചെയ്യേണ്ടതെന്നൊരു ഐഡിയ ഉണ്ടായിരുന്നു. നമ്മള് അന്ന് മനസ്സിലുണ്ടായിരുന്നത് ഒരു ടോപ്പിക് പഠിക്കുക, 20 ക്വസ്റ്റ്യൻസ് ചെയ്യാന്നുള്ള മിനിമം. മനസ്സിലായി. അപ്പൊ അത് രാവിലെ തൊട്ട് വൈകുന്നേരം വരെ തീർക്കുക എന്നുള്ളതായിരുന്നു. പക്ഷെ പലപ്പോഴും രാത്രി വരെ പോകും. അപ്പം ആ സമയത്തൊക്കെ പ്രശ്നം വെച്ചാൽ റിവിഷൻ നടക്കുന്നില്ലായിരുന്നു. റിവിഷൻ ലാസ്റ്റ് സ്ലോട്ടിൽ വെക്കുന്നതുകൊണ്ട് അത് എപ്പോഴും പുഷ്ഡ് ഔട്ട് ആവും. എങ്ങനെയാണ് റിവിഷൻ? എങ്ങനെയാണ് ഓരോ പോർഷൻ പഠിച്ചിട്ട് ഫ്രീക്വന്റ്ലി റിവിഷൻ ചെയ്യുമായിരുന്നോ? അതോ നമുക്കൊരു സ്ട്രക്ചർ ഉണ്ട്, എന്നാലും പിള്ളേർക്ക് നിങ്ങൾ പറയാൻ വേണ്ടി പറയുന്നേ ഉള്ളൂ. എങ്ങനെയാണ് സബ്ജക്ട് വൈസ് ചെയ്തോ? റിവിഷൻ എങ്ങനെയായിരുന്നു? റിവിഷൻ ഞാൻ അതിൽ അത്ര എക്സ്പേർട്ട് അല്ലായിരുന്നു. എനിക്കത് അത്ര ചെയ്യാൻ പറ്റിയതുമില്ല. ഞാൻ കുറെ അതിൽ ലാസ്റ്റ് വല്ലാണ്ട് ബുദ്ധിമുട്ടുകയും ചെയ്തു. പക്ഷെ എനിക്ക് അതിൽ മനസ്സിലായ ഒരു രീതി എന്തെങ്ങനെയാണെന്ന് വെച്ചാൽ നമ്മളെപ്പോഴും സബ്ജക്റ്റ് ടച്ചിൽ നിൽക്കുക എന്നുള്ളതാ. നമ്മൾ പീരിയോഡിക് റിവിഷൻ, അതായത് ഒരു വട്ടം റിവൈസ് ചെയ്തിട്ട് കാര്യമില്ല, 2 വട്ടം റിവൈസ് ചെയ്തിട്ട് കാര്യമില്ല. നമ്മളെ റീസെന്റ് ആയിട്ട്, അതായത് ഒരു 2 ആഴ്ച കൂടുമ്പോഴോ 3 ആഴ്ച കൂടുമ്പോഴോ അത് റീവിസിറ്റ് ചെയ്തുകൊണ്ടിരിക്കണം. അപ്പൊ ആ ഒരു സൈക്കിള് മെയിൻറ്റെയിൻ ചെയ്താൽ മാത്രമേ നമുക്ക് പെട്ടെന്ന് ഒരാൾ ചോദിച്ചാല് നമുക്ക് അതേ ഒരു പവറിൽ അത് വീണ്ടെടുക്കാൻ പറ്റും. അതാണ് കാരണം നമ്മളെല്ലാം ഓർത്തിരിക്കണമെന്നില്ല. ഈ പീരിയോഡിക് റിവിഷൻ എന്ന് പറയുന്നത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. പിന്നെ വേറെ കാര്യമുണ്ട്, നമുക്ക് റിവിഷൻ ചെയ്യാൻ പറ്റുന്നതിൻ്റെ ഒരു വലിയ കാര്യമുണ്ട്. ഞാൻ പറയാം, നിങ്ങളുടെ ബാച്ചുകാർ കഴിഞ്ഞ വർഷം ഹൈദരാബാദിലും ഡൽഹിയിലും ഒക്കെ പോയായിരുന്നു. അപ്പോൾ അവർ ശരിക്കും എന്ന് വെച്ച് കഴിഞ്ഞാൽ ഭയങ്കര ഒരു സംശയം ചോദിച്ചു. അവിടുത്തെ ഒരു ക്ലാസ് എന്നൊക്കെ വെച്ച് കഴിഞ്ഞാൽ കമ്മ്യൂണിക്കേഷനിലെ ഡീറ്റെയിൽ ഇലക്ട്രോണിക്സ് 120 അവറാണ് ക്ലാസ് എന്നാണ് അവിടെ പറഞ്ഞിരുന്നത്. 120 അവർ. അപ്പം അവർ ചിലപ്പോൾ നമ്മുടെ പിള്ളേരോട് ചോദിക്കുമ്പോഴത്തേന് നമ്മുടെ ക്ലാസ് 40-50 മണിക്കൂറേ ഉള്ളെന്ന് പറയും. അപ്പോഴാണ് കുട്ടികൾ അറിയുന്നത് അപ്പോൾ 50 മണിക്കൂറിൻ്റെ എങ്ങനെ ഇമ്പോർട്ടൻസ് പോർഷൻ അവർ കട്ട് ചെയ്യുമോ എന്താണെന്നുള്ളത്.
ഇതാണ് നമ്മൾ ടൈലേഡ് സ്ട്രക്ചർ നമ്മൾ എപ്പോഴും പറയുന്നത്. നിങ്ങൾ നോക്കണം, ഇപ്പൊ ഹൈദരാബാദിൽ പോയി കഴിഞ്ഞാൽ ഒരു സബ്ജക്റ്റ് 100-110 അവർ പഠിപ്പിക്കലുണ്ട്. അതിവിടെ 35 അവർ 40 അവർ ഈ സബ്ജക്റ്റ് തീരും. അപ്പൊ ആ കുട്ടികൾ ചോദിച്ചൊരു കാര്യമുണ്ട്, അപ്പൊ ഞങ്ങൾ എന്താണ് മറ്റേ പഠിപ്പിക്കുന്ന കട്ട് ചെയ്യുന്നുണ്ടോ ഇല്ലയോ എന്ന് മനസ്സിലായില്ലേ? കഴിഞ്ഞ വർഷം അവിടെ പോയ 6 പേര് ഇപ്പം സ്റ്റഡി സെന്ററിൽ വന്നിട്ടുണ്ട്. അപ്പൊ അവരിത് പറഞ്ഞാണ് കട്ട് ചെയ്യുന്നുണ്ടോന്ന്. അതെന്താണ് അതിനെ നിങ്ങളെല്ലാം അങ്ങനെ പറഞ്ഞു കേട്ടിട്ടുണ്ടോ? നിങ്ങളുടെ ഫ്രണ്ട്സും എല്ലാം എന്താണ് അതിനെക്കുറിച്ച് പറയുക? കാരണം കുട്ടികൾക്ക് അങ്ങനെ ഡൗട്ടുണ്ട്. കാരണം ഇപ്പോഴും ഞാൻ പറഞ്ഞില്ലേ ഹൈദരാബാദിൽ പോയിട്ടുള്ളവരുണ്ട്. അപ്പൊ അവരെന്ത് വന്നാലും നമ്മളിവിടെ ഈ സിംഗിൾ ഡിജിറ്റ് റാങ്ക് ഉണ്ടാക്കുന്ന കാരണം അവരെന്ത് വന്നാലും ഇവിടെ എന്താണെന്ന് അന്വേഷിക്കലുണ്ട്. അപ്പൊ ഈ അന്വേഷണത്തിലുള്ളൊരു കാര്യമാണ്, അവരിപ്പോൾ ഒരു സബ്ജക്റ്റ് 100 മണിക്കൂറാണ് പഠിക്കുന്നത്. നമ്മളത് അതേ സബ്ജക്റ്റ് 40 മണിക്കൂറേ ഉള്ളൂ. അപ്പൊ എന്താണ് പോർഷൻസ് കട്ട് ചെയ്യുമോ? സത്യത്തിൽ ഈ വീഡിയോ നമ്മൾ ഇത്രയും എല്ലാവരും വിചാരം എംസിഗ്മ 2024 ലോഞ്ച് ആയെന്നാണ്. ഗോകുലം വന്നതിന് ശേഷം. ഞാൻ 2009 മുതൽ എംസിഗ്മ ഉണ്ട്. ഇത് സാധാരണ രീതിയിൽ 2020 ഗോകുലം ഗോപാൽ ഇൻവെസ്റ്റ്മെന്റ് ചെയ്യുന്നത്. അപ്പൊ 2020 ഇൻവെസ്റ്റ്മെന്റ് വന്നത്. പക്ഷെ എല്ലാവരും വിചാരം 2024 ലോഞ്ച് എന്നാണ്. 2020 ഇൻവെസ്റ്റ്മെന്റ് വന്നിട്ട് ഈ ഇന്ത്യയിലുള്ള ഏറ്റവും ബെസ്റ്റ് സാറന്മാരത്തെ 3 വർഷം കൊണ്ടാണ് നമ്മുടെ മെറ്റീരിയലും വീഡിയോ ക്ലാസ്സസും എല്ലാം നമ്മൾ റെഡിയാക്കുന്നത്. അതും വേറൊരു കാര്യമുണ്ട്. ആദ്യമേ ഗോപാല സാറ് പറഞ്ഞൊരു കാര്യമുണ്ട്, ഇന്ത്യ നെയ്യാരെ വേണേലും വിളിച്ചോളാൻ പറഞ്ഞ്. നമ്മൾ ആദ്യമേ തന്നെ എന്നിട്ട് വലിയ ടീമിനെ വിളിച്ചോണ്ട് വന്ന് എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അവർ വന്ന് ഇപ്പൊ ഡൽഹി MEDC പേര് കേട്ട ആളുണ്ട് കമ്മ്യൂണിക്കേഷന്റെ, അയാളാണ് ഇന്ത്യയിൽ നമ്പർ 1 എന്ന് പറഞ്ഞത്. അവിടെ ചെന്ന് അയാളെ തന്നെ വിളിച്ച്, കാരണം ഗോപാല സാർ ഉള്ളതുകൊണ്ട് ഇൻവെസ്റ്റ്മെന്റ് ഉള്ളപ്പോൾ പൈസ കൊടുത്തു. അയാൾ ഇവിടെ വന്നിട്ട് കമ്മ്യൂണിക്കേഷൻ ചെയ്ത് തന്ന 135 അവറാണ്. ഉദ്ദേശം മനസ്സിലായില്ലേ? അത് ഇന്ത്യയിലെ നമ്പർ 1 ക്ലാസ് എന്നാണ് അറിയപ്പെടുന്നത്. അതിനാണ് സാർ ഇപ്പം മാറ്റിയത്. ഇപ്പം മറ്റേ സാറിന്റെ ക്ലാസ് വെച്ചിട്ട് മാറ്റിയത്, മനസ്സിലായില്ലേ? ഈ 135 അവർക്ക് പ്രശ്നം എന്താവട്ടെ, പിള്ളേർക്ക് പഠിച്ചു കഴിയാൻ പറ്റില്ല. സത്യം പറഞ്ഞാൽ പീരിയോഡിക് റിവിഷൻ വെച്ചിട്ട് നമ്മുടെ കുട്ടികൾ 10 തവണ 13 തവണയൊക്കെ റിവിഷൻ സബ്ജക്റ്റുകൾ കഴിയുന്നുണ്ട്. 13 തവണ റിവിഷൻ ചെയ്യാറുണ്ട്. ഈ 130 അവർ വെച്ചിട്ട് എങ്ങനെ കണ്ടു കഴിയാനാണ് പലർക്കും ഉള്ളൊരു ഡൗട്ടാണ്. ആ 130 അവർ 45 അവർ ആക്കുമ്പോഴത്തേന് അപ്പൊ എംസിഗ്മ മൊത്തം പഠിപ്പിക്കുന്നില്ല എന്ന് അങ്ങനെ ഒരു ഡൗട്ട് ഉണ്ടായിരുന്നു. ഈ കുട്ടികൾ തന്നെ പറഞ്ഞാണ്. ഏതല്ലേ ഇപ്പോഴുള്ള കുട്ടികളും ചോദിക്കുന്നുണ്ട്. അതിനെ കുറിച്ച് എന്താണ് ഒന്ന് പറയാനുള്ളത്? ഗേറ്റ് എന്ന് പറയുന്നത് ഒരു കോമ്പറ്റീറ്റീവ് എക്സാം ആണ്. അവിടെ നമ്മള് നമ്മുടെ നോളജിനേക്കാൾ കൂടുതൽ ടെസ്റ്റ് ചെയ്യുന്നത് നമ്മൾ എത്രത്തോളം എക്സാം റെഡി ആണെന്നുള്ള കാര്യമാണ്. അപ്പൊ എക്സാം റെഡി ആയിട്ടുള്ള വേണ്ട പോർഷൻസ് ആണ് നമുക്ക് വേണ്ടത്. നമുക്ക് ഗേറ്റിന് ചോദിക്കാൻ സാധ്യതയുള്ള പ്രോബ്ലംസ് സോൾവ് ചെയ്യാൻ വേണ്ട തിയറി ക്വസ്റ്റ്യൻസ് ആണ്, തിയറിയാണ് നമുക്ക് അറിയേണ്ടത്. അപ്പോൾ വാരി വലിച്ച് പഠിക്കുന്നതിനേക്കാൾ കൂടുതൽ വളരെ കൺസൈസ് ആയിട്ട് ഈ പ്രോബ്ലംസ് എത്രത്തോളം ചെയ്യാൻ പറ്റും എന്നുള്ള ആ പ്രോബ്ലംസ് ചെയ്യാൻ വേണ്ട നോളജ് നമുക്ക് ഉണ്ടായാൽ മതി ഗേറ്റ് ക്വാളിഫൈ ആകാൻ, അല്ലെങ്കിൽ ഗേറ്റിൽ നല്ലൊരു റാങ്ക് ഉണ്ടാവാൻ വേണ്ടിയിട്ട്. ആ സാധനങ്ങൾ എംസിഗ്മയിലുണ്ട്. എനിക്ക് തോന്നി 45 മണിക്കൂർ ക്ലാസ് കണ്ട് ബാക്കിയുള്ള 70 മണിക്കൂർ നമ്മൾ എഫേർട്ട് ഇടുമ്പോഴാണ് അതിന്റെ ഫുൾ നമ്മളാണല്ലോ അറ്റ്ലാസ്റ്റ് പരീക്ഷ ചെയ്തിട്ടുണ്ടത്. അപ്പം ആ ഒരു ഗ്യാപ്പ് നമുക്ക് കിട്ടിയില്ലെങ്കിൽ അത് കുറച്ച് പ്രശ്നം. അതല്ലെങ്കിൽ നമ്മൾ ഈ 135 കഴിഞ്ഞ് വീണ്ടും ടൈം കണ്ടെത്തേണ്ടി വരും. ഈ 135 അവരുടെ ക്ലാസ്സിന്റെ നമ്മൾ നോട്ട് എഴുതി തരുമ്പോൾ ചിലപ്പോൾ 2-3 നോട്ട് ബുക്ക് ആയിരിക്കും. ഇതൊക്കെ റിവിഷൻ ചെയ്യാൻ ഗേറ്റ് മുമ്പ് ചിലപ്പോൾ 1 തവണ ആയിരിക്കും റിവിഷൻ ചെയ്യുന്നത്. ഇതൊക്കെ 1 തവണ റിവിഷൻ ചെയ്തൊന്നും ഒരിക്കലും നമുക്ക് മര്യാദയ്ക്കൊന്നും എഴുതാൻ പറ്റൂല. പ്രോബ്ലംസ് പോലും സോൾവ് ചെയ്യാൻ പറ്റില്ല. അറ്റ്ലീസ്റ്റ് ഈ പറഞ്ഞ പോലെ കുറെ തവണ റിവിഷൻ ചെയ്യേണ്ടി വരും. അല്ലെ റാങ്ക് കിട്ടിയ എല്ലാരും 10 തവണ 13 തവണ റിവിഷൻ ചെയ്യണം. പിന്നെ ലാസ്റ്റ് മോക്ക് എക്സാം ഒരുവിധം എല്ലാ ക്ലാസ്സും അവിടെയൊക്കെ. അപ്പം നമ്മള് അത്രയൊക്കെ എഴുതും, അത്രയും ക്ലാസ്സസ് ഒക്കെ ഉള്ളപ്പോ പിന്നെ എങ്ങനെ റിവിഷൻ ചെയ്യാൻ പറ്റുന്നത്? റിവിഷൻ ചെയ്യാതെ വെറുതെ ക്ലാസ് മാത്രം കണ്ടിട്ട് നമുക്ക് എന്താ ഗുണം? നമുക്ക് ഗേറ്റ് എക്സാമിന് വേണ്ടിയാണ് നമ്മൾ പ്രിപ്പയർ ചെയ്യുന്നത്. അപ്പം അതിനുവേണ്ടി ആവശ്യമുള്ള രീതിയിൽ നമ്മൾ പഠിക്കണ്ടേ. അദ്വൈതിനെ കുറച്ചും കൂടി പറയാൻ പറ്റും. അവൻ രണ്ടും കണ്ടിട്ടുണ്ട്. അദ്വൈത് ആദ്യമേ ഹൈദരാബാദിൽ പോയിട്ട് വന്നത് ഓൺലൈനിൽ ഉണ്ടായിരുന്നു. ഓ ശരി. കമ്മ്യൂണിക്കേഷൻ അനലോ കമ്മ്യൂണിക്കേഷൻ തന്നെ 70 മണിക്കൂർ എന്തോ ഉണ്ട്. അപ്പൊ ഒരു രക്ഷയില്ല. ഒരു രീതിയിലും നമുക്ക് ക്ലാസ് കണ്ട് തീർക്കാൻ എന്ന് പറയുന്ന സാധനം പോസിബിൾ അല്ല. പോസിബിൾ ആണ് രാവിലെ തൊട്ട് രാത്രി വരെ ക്ലാസ് മാത്രം കാണാം, എന്നിട്ട് കിടന്നുറങ്ങും. പിന്നെ അടുത്ത ദിവസം രാവിലെ തൊട്ട് രാത്രി ക്ലാസ് കാണാം, പിന്നെ കിടന്നുറങ്ങും. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ നമുക്ക് തീർക്കാൻ പറ്റും. അല്ലാന്നുണ്ടെങ്കിൽ നമുക്ക് ക്ലാസ് മാത്രം കണ്ടുകൊണ്ട് നമുക്ക് റാങ്ക് കിട്ടില്ലല്ലോ. നമ്മൾ പ്രോബ്ലംസ് ചെയ്താൽ മാത്രം നമുക്ക് ഇവൻച്വലി റാങ്ക് കിട്ടും. അതിന് പ്രോബ്ലംസ് ചെയ്യാൻ വേണ്ടുന്ന തിയറി അതാണ് നമുക്ക് ആവശ്യം. നമ്മളിങ്ങനെ ക്ലാസ് കണ്ടുകൊണ്ടേയിരിക്കും. ഐസിലുള്ള എല്ലാവരുടെയും എനിക്കും എന്റെ ഫ്രണ്ട്സും എടുത്തവരെല്ലാം പ്രശ്നം ഇതായിരുന്നു. അവരിങ്ങനെ ക്ലാസ് കണ്ടുകൊണ്ടേയിരിക്കും.
ക്ലാസ് തീരുന്ന ഒരു സമയമില്ല, എപ്പോഴും ക്ലാസ്. AC പഠിക്കുന്ന ആരോട് ചോദിച്ചാലും ഒരു ക്ലാസ് കണ്ടോണ്ടിരിക്കും. പക്ഷെ ക്ലാസ് മാത്രം കണ്ടോണ്ടിരുന്നോണ്ട് റാങ്ക് ഉണ്ടാകുകയല്ല. അതാണ് പറഞ്ഞത്, റാങ്ക് ഉണ്ടാകില്ലെന്നല്ല, 5,000 to 10,000 റാങ്ക് എന്തായാലും കൂടുതൽ ക്ലാസ് കണ്ടിരുന്നല്ലോ. ഏറ്റവും കൂടുതൽ ക്ലാസ് കണ്ട ആൾക്ക് റാങ്ക് അല്ലേ കൊടുക്കേണ്ടി വരും. പിന്നെ നിങ്ങൾ മെറ്റീരിയൽ മറ്റേ എങ്ങനെയായിരുന്നു സോൾവ് ചെയ്യുന്നത്? ഓരോ പോർഷൻ കഴിയുമ്പോഴും ഓരോ സബ്ജക്റ്റിന്റെ കൂടെ തന്നെ പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ മൊത്തം മെറ്റീരിയൽ ഉണ്ട്. മെറ്റീരിയൽ എങ്ങനെയാണ് നിങ്ങൾ സോൾവ് ചെയ്യുന്നത്? ക്ലാസ് കാണുക മെറ്റീരിയൽ ചെയ്യുവാണോ, അതോ മൊത്തം സബ്ജക്റ്റ് കഴിഞ്ഞിട്ട് മെറ്റീരിയൽ ചെയ്യുവാണോ, അതോ ഓരോ പോർഷൻ കഴിഞ്ഞിട്ട് മെറ്റീരിയൽ ചെയ്യുമായിരുന്നോ? എങ്ങനെയാണ്? നമ്മള് ക്ലാസ് കാണുന്നിട്ട് മെറ്റീരിയൽ പ്രോബ്ലംസ് ചെയ്യുക. അതായത് ഇപ്പം ഇന്നത്തെ ഒരു ടോപ്പിക് നെറ്റ്വർക്കിലെ തെവനീനൊക്കെ ആണെങ്കിൽ, തെവനീൻ നോർട്ടൺ ആണെങ്കിൽ അതിന്റെ പ്രോബ്ലംസ് അന്ന് ചെയ്യുക. അതായത് ഒരു മിനിമം 20 ചോദ്യങ്ങളെങ്കിലും മാക്സിമം ചെയ്യാൻ നോക്കും ഒരു ദിവസം പോർഷന്റെ. എന്നിട്ട് അടുത്ത ടോപ്പിക്കിലേക്ക് പോകത്തുള്ളൂ, അടുത്ത തിയറംസിലേക്കൊക്കെ എന്നിട്ടേ പോകത്തുള്ളൂ. അപ്പം PYQs ചെയ്തിട്ട് അടുത്ത ടോപ്പിക്സ് പോകത്തുള്ളൂ. നമ്മുടെ മെറ്റീരിയൽ PYQസിനെ നമ്മൾ സബ്ജക്റ്റ് വൈസ് തിരിച്ചിട്ടുണ്ട്, ചാപ്റ്റർ വൈസ് തിരിച്ചിട്ടുണ്ട്, ചാപ്റ്റർ വൈസിൽ തന്നെ ടോപ്പിക് വൈസ് തിരിച്ചിട്ടുണ്ട്. ഓരോ ടോപ്പിക്കിലും 1 സ്റ്റാർ 2 സ്റ്റാർ 3 സ്റ്റാർ ഡിഫിക്കൽട്ടി ലെവലുണ്ട്. അത് എത്രമാത്രം ഹെൽപ്പ് ചെയ്ത്? അത് ACയിലെ മെറ്റീരിയലിൽ സോർട്ട് ചെയ്തിട്ടല്ല ക്വസ്റ്റ്യൻസ് ഒന്നും. അപ്പം പ്രശ്നം എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ആദ്യമേ തന്നെ പാടുള്ള ഒരു ചോദ്യം എടുത്തു കഴിയുമ്പോൾ നമ്മുടെ കോൺഫിഡൻസ് ഭയങ്കര ഡൗൺ ആവും. അപ്പൊ നമുക്കൊരു തോന്നുക ഇത് നമ്മളെ കൊണ്ട് പറ്റിയ പരിപാടിയല്ല, നിർത്തി പോകുന്നതാണ് ബുദ്ധി. അപ്പൊ ഈ MCQ വന്നപ്പോ ആദ്യമേ തന്നെ നമ്മൾ കുറച്ച് ഈസി ക്വസ്റ്റ്യൻസ് ചെയ്യുമ്പോഴത്തേക്കും നമുക്ക് തന്നെ തോന്നും, ആ കോൺഫിഡൻസ് ബിൽഡ് ആവും. പിന്നെ നമുക്ക് സിമ്പിൾ ആയിട്ട് ഹാർഡ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ് ടാക്കിൾ ചെയ്യാം. നമ്മള് എത്രത്തോളം ക്വസ്റ്റ്യൻസ് കാണും അത്ര അടിപൊളി ആ ഒരു സംഭവമാണല്ലോ. അപ്പൊ നമ്മൾ ആ ക്വസ്റ്റ്യൻസ് വീണ്ടും കുറെ ഈസി ക്വസ്റ്റ്യൻസ് ചെയ്ത് കഴിയുമ്പോൾ നമ്മൾ റെഡി ആവും ഒരു മീഡിയം അല്ലെങ്കിൽ ഹാർഡ് ലെവൽ ക്വസ്റ്റ്യൻസ് ചെയ്യാനായിട്ട്. അപ്പം അതാണ് ഭയങ്കര ഹെൽപ്ഫുൾ ആയിരുന്നു. ആ സോർട്ട് ചെയ്ത ഒരു സംഭവം ഭയങ്കര ഹെൽപ്ഫുൾ ആയിരുന്നു. അപ്പൊ പിന്നീട് റിവിഷൻ ചെയ്യുമ്പോൾ ഈ ലെവൽ 3 ക്വസ്റ്റ്യൻസ് നമുക്ക് വീണ്ടും ചെയ്യാം. കാരണം ഒരു ലെവൽ 3 ക്വസ്റ്റ്യൻസ് തന്നെ ചിലപ്പോൾ ഒരു 10 കൂടുതൽ കൺസെപ്റ്റ് പഠിക്കാൻ പറ്റും. ലെവൽ 1 ഒരു കൺസെപ്റ്റ് ആയിരിക്കും. നമ്മൾ ഈ സത്യം പറഞ്ഞാൽ പഠിച്ചു കഴിഞ്ഞിട്ട് ഈ പ്രോബ്ലം ചെയ്യുമ്പോഴാണ് ശരിക്കും നമ്മൾ ആ കൺസെപ്റ്റ് കറക്റ്റ് എങ്ങനെ അപ്ലൈ ചെയ്യേണ്ടതെന്നും എല്ലാം. അപ്പം ആ ഒറ്റ ക്വസ്റ്റ്യനിൽ നിന്ന് തന്നെ നമുക്ക് കുറെ കൺസെപ്റ്റ് പഠിക്കാൻ പറ്റും. അപ്പം റിവിഷൻ ചെയ്യുന്ന സമയത്തും അത് ഭയങ്കരമായിട്ട് യൂസ്ഫുൾ ആവും. നോട്ടൊക്കെ ഉണ്ടാക്കുമായിരുന്നു സ്വന്തമായിട്ട്, അതോ നോട്ട് ഉണ്ടാക്കുമായിരുന്നു? അതാണ് നമ്മൾ സ്വന്തമായിട്ട് എഴുതുന്ന നോട്ട് റിവൈസ് ചെയ്യുമ്പോഴാണ് നമുക്ക് കുറച്ചുകൂടെ കാര്യങ്ങൾ മനസ്സിലാവുന്നത്. ഓക്കെ. അപ്പൊ ശരിക്കും നമ്മള് വീഡിയോ ലെക്ചേഴ്സ് കാണുമ്പോഴത്തേനും ഒരു നോട്ട് എഴുതും. പിന്നെ PYQ ചെയ്യുമ്പോൾ എന്തെങ്കിലും അഡീഷണൽ ഹിന്റ് കിട്ടി അതിനകത്ത് ആഡ് ചെയ്യോ? ഞാൻ പണ്ട് പഠിക്കുന്ന സമയത്ത് എന്ന് വെച്ച് കഴിഞ്ഞാൽ ആദ്യമേ നമ്മൾ ക്ലാസ്സിൽ പഠിപ്പിക്കുമ്പോഴത്തേനും ഒരു നോട്ട് എഴുതും. പിന്നെ നമ്മൾ സ്വന്തമായിട്ട് മനസ്സിലാകുമ്പോഴത്തേന് ഏതാണ് പറഞ്ഞത്, 2ാം തവണ പ്രീവിയസ് ഇയർ ക്വസ്റ്റിനെ കിട്ടുമ്പോൾ ചില ഐഡിയാസ് കിട്ടുകയല്ലേ, അത് ഞാൻ റെഡ് മഷിക്ക് എഴുതുമായിരുന്നു. പിന്നെ റിവിഷന് വരുമ്പോൾ ചില പിൻ പോയിന്റ് കിട്ടുകയല്ലേ, അത് ഞാൻ ഗ്രീൻ മഷിക്ക് എഴുതുമായിരുന്നു. ഒരു മനസ്സിലായില്ലേ? അപ്പോൾ അവസാനത്തൊക്കെ റിവിഷന് ഞാൻ ഗ്രീൻ മാത്രമേ വായിച്ച് നോക്കത്തുള്ളായിരുന്നു, കാരണം അതാണ് കുറച്ചുകൂടി കോംപ്ലിക്കേറ്റഡ് ആയിട്ടുള്ളത്. അങ്ങനെ വല്ല രീതി നിങ്ങൾക്കുണ്ടായിരുന്നോ? ക്ലാസ് കാണുമ്പോൾ ഒരു നോട്ട് എഴുതും. പിന്നെ PYQs ചെയ്യുമ്പോൾ നമുക്ക് ചിലപ്പോഴൊക്കെ പുതിയതായിട്ടുള്ള കൺസെപ്റ്റ് ഒക്കെ കിട്ടും. അല്ലെങ്കിൽ ഒരു ചോദ്യം ചെയ്യുമ്പോൾ ഇത് ഇങ്ങനെയും ചെയ്യാം, ചിലതിനൊക്കെ അപ്പൊ ആ 2 മെത്തേഡ് നോട്ട് ചെയ്ത് അടുത്തിൽ ഏറ്റവും എളുപ്പം അത് നോട്ട് ചെയ്ത് വെക്കും. അങ്ങനെയൊക്കെ ഉള്ളപ്പം അതൊക്കെ മാർക്ക് ചെയ്ത് വെക്കും. ഈ പറഞ്ഞ പോലെ തന്നെ നമ്മൾ ഹൈലൈറ്റ് ഒക്കെ ചെയ്ത് വെക്കും. അങ്ങനെ ചെയ്യാറുണ്ട്. പിന്നെ മോക്ക് എക്സാം എഴുതുമ്പോൾ എന്തായാലും നമുക്ക് പുതിയ കൺസെപ്റ്റ് കിട്ടിക്കൊണ്ടിരിക്കും, കുറെ പുതിയ. അപ്പം അതിനും മോക്ക് എക്സാമിന് വേറെ നോട്ട് ഉണ്ട് ആക്ച്വലി, അതും എഴുതി വെക്കും. അങ്ങനെ മോക്ക് എക്സാമിന് മാത്രം വേറെ എല്ലാവരും സിദ്ധാർത്ഥ എല്ലാവരും ഫോളോ ചെയ്ത മെത്തേഡ് എല്ലാവരും അതായിരുന്നു. ഞങ്ങളെല്ലാം മോക്ക് എക്സാം എഴുതി തുടങ്ങുന്നതിന് മുന്നേ ഈ തെറ്റിപ്പോയ ക്വസ്റ്റ്യൻസ് ഉണ്ടല്ലോ, അതാണ് നോട്ട് ചെയ്ത് വെക്കുന്നത്. അതൊന്ന് വെറുതെ ഓടിച്ചു നോക്കും. അല്ല അതിപ്പോ ഗേറ്റ് തലേന്ന് ഗേറ്റ്, അതായത് ശരിക്കുള്ള ഗേറ്റ് എക്സാമിന്റെ മുന്നേ ഞങ്ങൾ ആ നോട്ട്സ് ആണ് ഒന്ന് ഓടിച്ചു നോക്കിയത് റിവിഷന് വേണ്ടിയിട്ട്. ശരി. പിന്നെ ഈ 10ഓളം സബ്ജക്റ്റുകളില്ലേ, അതെങ്ങനെ എല്ലാ സബ്ജക്റ്റിനെയും ഒരേ വെയിറ്റേജിലാണോ നിങ്ങൾ കണ്ടത്, അതോ ഡിഫറെന്റ്, അതോ വെയിറ്റേജും ഇഷ്ടവും എല്ലാം എങ്ങനെയാണ്? സബ്ജക്റ്റിനെ എങ്ങനെയാണ് സ്നേഹിച്ചു പഠിച്ചോ? അല്ല, ഇവിടുത്തെ MCQ പഠിക്കാൻ തരുന്ന ഓർഡർ ഉണ്ടല്ലോ, അതായത് അതൊരു പ്ലാൻ സ്റ്റഡി പ്ലാൻ, അതിലുള്ള ഒരു ഓർഡർ അത് വളരെ ഇമ്പോർട്ടന്റ് ആക്ച്വലി. എയ്സിലൊക്കെ എന്താ പറഞ്ഞാൽ പ്രൊഫസേഴ്സിന്റെ അവൈലബിലിറ്റി വേണമെന്നാണ് ക്ലാസ് എടുക്കുന്നത്. അപ്പോൾ നമുക്ക് ചിലപ്പോൾ തുടക്കത്തിൽ കൺട്രോൾ സിസ്റ്റം ആയിരിക്കും തുടങ്ങുന്നത്, അല്ലെങ്കിൽ അനലോഗ് ആയിരിക്കും തുടങ്ങുന്നത്. അപ്പൊ നെറ്റ്വർക്കിൽ ഒരു ഐഡിയ ഇല്ലാണ്ട് അനലോഗിലേക്ക് പോയി കഴിഞ്ഞാൽ അത് മനസ്സിലാക്കാൻ വളരെ പാടാണ്.
അപ്പം നമ്മളെ ഈ സ്റ്റഡി പ്ലാൻ എന്താ പറഞ്ഞാൽ ആദ്യം നെറ്റ്വർക്കും മാത്സും ബേസ് ആയിട്ട് പഠിപ്പിക്കും. അത് കഴിഞ്ഞിട്ട് അതിന്റെ മുകളിൽ നെറ്റ്വർക്ക് പഠിക്കുന്നതുകൊണ്ട് തന്നെ അനലോഗ് ഭയങ്കര എളുപ്പമായിരിക്കും. അനലോഗിന്റെ കൂടെ സിഗ്നലാണ് പഠിക്കുന്നതെങ്കിൽ പിന്നെ കൺട്രോൾ സിസ്റ്റം വരുന്നപ്പോൾ സിഗ്നലിന്റെ ബേസ് നമുക്കുണ്ട്. അപ്പോൾ കൺട്രോൾ സിസ്റ്റം പഠിക്കാൻ വളരെ എളുപ്പമാണ്. ആ ഒരു ഓർഡർ വളരെ ഹെൽപ്പ് ചെയ്തിട്ടുണ്ട്. അത് നമുക്ക് ഒരു സബ്ജക്ട്സ് പഠിച്ചു കഴിഞ്ഞിട്ട് ലിങ്ക് ചെയ്യാൻ പറ്റും. അനലോഗ് പഠിച്ചു കഴിഞ്ഞിട്ട് അതിൽ നിന്ന് SSD-യിലേക്കുള്ള ലിങ്കും നെറ്റ്വർക്കിലെ ലിങ്കും നമുക്ക് കറക്റ്റായിട്ട് മനസ്സിലാവും. കാരണം ആ സബ്ജക്ട് നമ്മൾ മുന്നേ പഠിച്ചിട്ടാണ് ഇത് പഠിക്കുന്നത്. ഇപ്പം കഴിഞ്ഞ ഒരു വർഷം നിങ്ങൾക്ക് ഈ വഴികളൊക്കെ ചില എനിക്ക് ഇവിടെ നിങ്ങൾ ചായ കുടിക്കാൻ പറ്റുമായിരുന്നു. 5 സ്റ്റാറിലൊക്കെ 5 സ്റ്റാറിൽ എപ്പോഴും വരുന്നത്. ഈ വഴി ഇപ്പം നിങ്ങൾക്ക് കാണുമ്പോ എന്താണ് തോന്നുന്നത്? കാരണം ആ ഒരു സമയം കഷ്ടപ്പാടിന്റെ എന്നല്ല, ഒരു അച്ചീവ്മെന്റ് കിട്ടാനുള്ള ദൃഢമായ നിശ്ചയത്തിന്റെ ഓട്ടത്തിന്റെ ഹാർഡ് വർക്കിലാണ്. അതിന്റെ ഇടയിൽ കിട്ടുന്ന ഒരു റിലാക്സിങ് ടൈമാണ് ഇത് 5 സ്റ്റാറിൽ ചായ കുടിക്കാൻ പോകുന്നത്. ഇപ്പൊ ഈ റോഡ് കണ്ടിട്ട് എന്ത് ആ ഫീൽ എന്താണ് വരുന്നത്? ചായ കുടിക്കാൻ അല്ല, കാര്യം മനസ്സിൽ അങ്ങനെ ഒരു ഇത് തോന്നുകയല്ലേ നമുക്കൊരു വല്ലാത്ത ഒരു. ഈ വഴിയിലൂടെ നമ്മൾ എല്ലാ ദിവസവും അതാണ് 5 മണി വരെ പഠിച്ചിട്ട് പിന്നീട് എന്തെങ്കിലും ചിലപ്പോ പഠനകാര്യം പറഞ്ഞുകൊണ്ടായിരിക്കും ഇറങ്ങുന്നത്, ചിലപ്പോ അല്ല എന്തെങ്കിലും കാര്യം പറഞ്ഞുകൊണ്ടായിരിക്കും. അപ്പൊ കഴിഞ്ഞ വർഷം അത് ഈ റാങ്കും റിസൾട്ടും എല്ലാം ഇപ്പൊ ഉള്ള സന്തോഷത്തിനൊക്കെ മുമ്പ് എന്താവും അറിയില്ലോ ഒന്ന്. അപ്പൊ ഇപ്പൊ എങ്ങനെ കാണുന്നത് ഈ വഴി കണ്ടിട്ട് എന്ത് തോന്നുന്നു? കുറെ ഓർമ്മകൾ വരുന്നുണ്ട്. ടെൻഷൻ അടിച്ച് നടന്നിട്ടുണ്ട് ഇതിലൂടെ. എന്തെങ്കിലും എല്ലാരും ഒരു ഓർമ്മ വേണം. ഈ വഴിക്ക് ഇമ്പോർട്ടൻസ് ഉണ്ട്. കാരണം നമ്മുടെ സ്റ്റഡി ഹബിലുള്ളവരെല്ലാരും വൈകിട്ട് 5 സ്റ്റാറിൽ ഒരു ചായ കുടിക്കാൻ പോകും. 5 സ്റ്റാറിന് ഒരു പരസ്യമായി കേട്ടോ. അല്ലല്ല, അത് എല്ലാവരുടെയും മനസ്സിൽ അതൊരു ഇതായിട്ടുള്ളതാണ്. അതിലെന്താണ് ഒരു പറയൂ? അല്ല, അതുകൊണ്ട് നമ്മള് ഒറ്റക്കല്ലായിരുന്നു പോവുക. മിക്കവാറും തുടക്കത്തിൽ ഞങ്ങളൊരു 5 ആളായിരുന്നു. പിന്നെ അത് വലുതായി 10-12 ആൾക്കാർ ഒരുമിച്ചായിരുന്നു പോവുക. അപ്പൊ അതിന്റെ ഇടയിൽ ഇടയ്ക്കൊരു പട്ടി ഓടിച്ചായിരുന്നു. ഒരു വളവിന് ഞങ്ങൾ പുതിയ പേരിട്ടു, കമ്പത്തുമുക്ക്. എന്താണ് കമ്പത്തുമുക്ക്? എന്താണ്? അല്ല, കമ്പത്തിനെ പട്ടി ഓടിച്ച സ്ഥലമായോണ്ട്. ഓ ശരി. അത് ബന്ധപ്പെട്ട് കുറെ ഓർമ്മകളുണ്ട്. ഞാൻ ചിലപ്പോ ഓഫീസ് കഴിഞ്ഞിട്ട് ആ വഴിക്ക് പോവാണെങ്കിൽ ഞാൻ കാണും നിങ്ങൾ ഇതിന്റെ കൂട്ടത്തോടെ നടന്നു പോകുന്ന കാണുമായിരുന്നു. അല്ല, ആ സമയത്താണെങ്കിലും അങ്ങോട്ട് പോകുമ്പോഴാണെങ്കിലും പെട്ടെന്ന് പോകണം, ചായ കുടിക്കണം, തിരിച്ചെത്തണം, പഠിക്കണം. ഇപ്പം നിങ്ങൾ വളരെ സന്തോഷത്തിൽ റിലാക്സിൽ അല്ലെങ്കിൽ ഈ ഒരു അഭിമാനത്തിലാണ് ഇപ്പൊ പോകുന്നത്. പക്ഷെ അന്നേരം അങ്ങനെയല്ലല്ലോ. എത്രയും പെട്ടെന്ന് ചായ കുടിക്കണം, തിരിച്ചു വരണം. ഇനിയും ഇതുപോലെ IISc ബാംഗ്ലൂരിലോ IIT-ലോ NIT-ലോ അല്ലെ ബിറ്റ്സിലോ ഇതുപോലൊരു 5 സ്റ്റാർ അവിടെയും കാണും. അല്ല, സത്യത്തിൽ ഇത് മറ്റു കാര്യങ്ങൾ പറഞ്ഞു കഴിഞ്ഞാല് എന്താണ്, ഇനിയാണ് നിങ്ങളുടെ തുടങ്ങാൻ പോകുന്നത്. ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ മനസ്സിലായില്ലേ, ഇനിയാണ് ഒന്നേം തുടങ്ങേണ്ടത്. ഇപ്പം ആ ഒരു ബെസ്റ്റ് എഞ്ചിനീയർ ആകാനുള്ളൊരു കടമ്പയാണ് കടന്നത്. ഇനിയാണ് നിങ്ങളെല്ലാം ചെയ്യേണ്ടത്. ആത്മാർത്ഥമായിട്ട് ഇനി ഇഷ്ടം പോലെ കാര്യം ചെയ്യാൻ പറ്റും. നമുക്ക് അവിടെ ഉള്ള സാധ്യതകളെല്ലാം കണ്ടെത്താൻ ശ്രമിക്കണം. വേണമെങ്കിൽ നിങ്ങൾക്ക് IISc പോകാൻ പഠിക്കാൻ കഴിയാം, ഒരു പ്ലേസ്മെന്റ് കിട്ടാം. പക്ഷെ അവിടെ എന്തുമാത്രം സാധ്യതകളുണ്ടെന്നറിയാമോ? അല്ലെങ്കിൽ ബിറ്റ്സിലാണേലും IIT-യിലാണേലും ഇതെല്ലാം കണ്ടെത്തി പഠിച്ചു കഴിയാന്നുണ്ട്. ഇപ്പൊ ഒരു വലിയ ഓപ്പർച്യൂണിറ്റി ഉണ്ട്, നിങ്ങൾക്ക് ഏത് ലെവലിൽ വേണേലും പറക്കാം. അപ്പം ഇത് കിട്ടിയതിന്റെ സന്തോഷമൊക്കെ ഇവിടെ കഴിഞ്ഞ് ഇനിയാണ് മനസ്സിലാക്കേണ്ടത്, ഇനിയാണ് ആ ജേണി സ്റ്റാർട്ട് ചെയ്യുന്നത്. ഇതെന്താണ് ഒരു കടമ്പയായിരുന്നു. കാരണം ഈ കടമ്പ കിടക്കാൻ കുറച്ച് പാടാണ്. അതിൽ നല്ല ഡിസേർവ് ആയിട്ടുള്ളവർ മാത്രമേ ആ കടമ്പ കിടക്കൂ. അത് നിങ്ങൾ കടന്നു. ഇനി എന്താണ്, നിങ്ങളുടെ ജേണി സ്റ്റാർട്ട് ചെയ്യുകയാണ്. നമുക്കില്ല ഇപ്പം ഇന്നലെ ഓരോരുത്തർ ഈ 2-3 വർഷം കഴിയുമ്പോൾ വരും, സാറേ ഗൂഗിളിൽ കിട്ടി, ബാർക്കലിലെ സയന്റിഫിക് ഓഫീസറായിട്ട് കിട്ടി, മനസ്സിലായില്ലേ? മറ്റേ വൈഷ്ണവനല്ലേ സാറേ എനിക്കൊന്ന് മണി മാനേജ്മെന്റ് ഒന്ന് മണി മാനേജ്മെന്റ് ഒന്ന് പറഞ്ഞു തരണം. കാരണം 1.25 കോടിയാണ്. 2.5 വർഷം കഴിയുമ്പോൾ ഞാൻ വീണ്ടും പ്രതീക്ഷിക്കുന്നു നിങ്ങളെ, സാറേ മണി മാനേജ്മെന്റ് പറയണം, അല്ലെങ്കിൽ എന്താണ് പറയുന്നത്, ഇന്ന വലിയ വലിയ സ്ഥലങ്ങളിൽ എത്തി എന്നുള്ളത്. ഓക്കെ, കാരണം ഈ റാങ്കിലുപരി നിങ്ങളിലും നമ്മളിലും പൂർണ്ണതയിൽ എത്തുന്ന അവിടെയാണ്. അപ്പോൾ ഒരു 2 വർഷം കഴിയുമ്പോൾ വീണ്ടും എത്തണം, അല്ലേ ഇന്ത്യയിലെ വലിയ വലിയ ന്യൂസുകളിലൂടെ നിങ്ങളുടെ പേര് കേൾക്കണം, മനസ്സിലായില്ലേ? അപ്പോഴാണ് ശരിക്കും ഒരു അഭിമാനമായി മാറുന്നത്. ഓക്കെ, താങ്ക് യു.